ഏറെ ധന്യമായ, അനുഗ്രഹീതമായ, പവിത്രമായ ക്ഷേത്ര സന്നിധിയിലാണ് ഇപ്പം നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. അതും ഈ സായം സന്ധ്യയിൽ. ഇതുവരെ തോരാത്ത മഴയായിരുന്നു. നമുക്ക് വേണ്ടി മഴയൊന്ന് മാറി നിൽക്കുന്ന പോലെ, ഭഗവാൻ തന്നെ സത്സംഗത്തിന് കാത്തിരിക്കുന്ന പോലെ ഭഗവാന്റെ പാദങ്ങളിൽ നമിച്ചുകൊണ്ട് ഏറെ ആദരണീയനായ തന്ത്രി ആചാര്യൻ, അതുപോലെ മറ്റ് സഹാചാര്യന്മാർ, അയ്യപ്പ സേവാ സംഘത്തിൻ്റെ പ്രവർത്തകർ, ആദികടലായി ക്ഷേത്രത്തിൻ്റെ പ്രവർത്തകർ, ഈ നാടിൻ്റെ സുഹൃത്തുക്കളായ അനുഗ്രഹീതരായ സർവോപരി ആത്മബന്ധുക്കളായ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ കോടി 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 പ്രണാമം. ആദ്യമായി ശ്രീ നിതീഷിയെ സ്മരിച്ചുകൊണ്ട്, അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ഒരു പ്രവർത്തകൻ അടുത്ത ദിവസം ശരീരം ഉപേക്ഷിച്ചു. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നമ്മുടെ ഹിന്ദു സംസ്കൃതി പ്രകാരം പുനർജന്മമുണ്ട്. നല്ല ജന്മം അദ്ദേഹത്തിന് കിട്ടും. അദ്ദേഹം തിരിച്ചു വരും, കൂടുതൽ ഊർജ്ജസ്വലതയോടെ തിരിച്ചു വരും, സമൂഹത്തിനൊരു പരോപകാരിയായിട്ട് മാറും. കാരണം ആ ചിന്ത സമൂഹത്തിന് നല്ലത് ചെയ്യണം എന്ന് വിചാരിച്ച് മരിച്ചവർ തിരിച്ചു വരുമ്പോൾ അതേ സംസ്കാരത്തോടെ വരും എന്നാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇപ്പം നാം ഹിന്ദു സംസ്കൃതി കൂടുതൽ ആഴത്തിൽ അറിയേണ്ട ഒരു കാലമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തി നമുക്ക് ഉയരണം. മുന്നോട്ടും ഇനിയും ഏറെ പോവാനുണ്ട്. ഞാനിവിടെ ആദികടലായി ക്ഷേത്രത്തിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു ചിന്ത, ഞാനിങ്ങോട്ട് കയറുമ്പോൾ വരുന്ന ചിന്ത, എങ്ങനെയായിരിക്കും ഈ കടലായി എന്ന പേര് ഇവിടെ വന്നിട്ടുണ്ടാവുക എന്നാണ്. അപ്പോൾ കടൽ, ആ വാക്ക് നമുക്ക് നല്ലോണം പരിചയമുണ്ട്. ഒരുപക്ഷെ കടലിനോട് തീരത്തുള്ള ഒരു സ്ഥലം എന്നതായിരിക്കുമെന്ന് എനിക്കറിയില്ല. ഏതായാലും അത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് നാരായണ ഗുരുദേവൻ്റെ പ്രസിദ്ധമായ ദൈവദശകമാണ്. നാരായണ ഗുരുദേവൻ ദൈവദശകം തുടങ്ങുന്നതന്നെ ദൈവമേ കാത്തുകൊള്ളങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം തുടങ്ങിയിട്ടാണ് വരികൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ ഒരു ഭവാബ്ദിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിക്കും. ഇവിടെ ഒന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന കടൽ, ബാഹ്യമായ ഭൗതിക കടൽ. രണ്ടാമത്തെ നമ്മൾ കാണാത്തൊരു കടലുണ്ട്, അതാണ് ഭവാബ്ദി എന്ന് പറയുന്നത്. എന്താണ് ഈ ഭവാബ്ദി എന്ന് പറയുന്നത്? ഒരു ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നമുക്ക് ഇന്ന് ആരോഗ്യവും ഐശ്വര്യവും അഭിവൃദ്ധിയും വേണം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ ആരോഗ്യവും അഭിവൃദ്ധിയും നിലനിർത്താൻ സാധിക്കണമെങ്കിൽ അതിനൊരു ആത്മീയമായ ശക്തി വേണം. ആത്മീയതയില്ലാതെ പോയാൽ ഭൗതികത നിലനിൽക്കില്ല. അതാണ് നമ്മൾ ഹിന്ദു സമൂഹത്തിന് പറ്റിയത്. ആത്മീയതയില്ലാത്തൊരു ഭൗതികതയ്ക്ക് വേണ്ടി മനുഷ്യൻ ഓടി. അതുകൊണ്ട് ഇന്നിപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ നോക്കൂ നിങ്ങൾ. ആത്മഹത്യകൾ കൂടി വരുന്നു, കുടുംബ പ്രശ്നങ്ങൾ കൂടി വരുന്നു. ദിവസം നമ്മൾ പത്രത്തിൽ വായിക്കുന്ന വാർത്തകളൊക്കെ നോക്കൂ നിങ്ങൾ. ഇപ്പോൾ ഒരു ആത്മീയത ഇല്ലെങ്കിൽ നമുക്ക് ഭൗതികമായതൊന്നും നിലനിർത്താൻ സാധ്യമല്ല. ഇവിടെയാണ് നമ്മൾ കുട്ടികളിലേക്കൊക്കെ ഒരു ബോധം കൊണ്ടുവരേണ്ടത്. അവരുടെ ജീവിതത്തിൽ അവർ മുന്നേറണം. നോക്കൂ, ഇന്ന് നമുക്ക് ലോകം തുറന്നു കിടക്കുകയാണ്. പഴയ കാലത്താണെങ്കിൽ നമുക്ക് ഇടവഴികൾ പോലെയാണ് ലോകവും. എന്താ പഠിക്കേണ്ടത് അതൊന്നും നമുക്കറിയില്ല, എന്താണ് നേടേണ്ടത് അറിയില്ല. ഇന്നതല്ലേ ഇന്ന് ബിസിനസ്സുള്ള സാധ്യതകളുണ്ട്, വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതകളില്ലേ, എന്തും പഠിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്ന് മാത്രമല്ല, ഇന്ന് പണ്ടത്തേക്കാളും സാമ്പത്തികമായി പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. അന്ന് പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും കാര്യമില്ല, വീട്ടുകാർക്ക് സാമ്പത്തികം വേണം. ഇന്നിപ്പോൾ മെഡിസിന് പറഞ്ഞയക്കാൻ ഒരുപക്ഷെ അച്ഛനും അമ്മയും എങ്ങനെയെങ്കിലും വിചാരിച്ചാൽ ലോൺ എടുത്തിട്ടെങ്കിലും പറ്റും, അല്ലേ? കാലം കൊണ്ട് ഇന്ന് കുട്ടികൾക്ക് നന്നാവാനുള്ള സാഹചര്യം ഉണ്ടോ ഇല്ലയോ? ഒരു വശത്തത്. വേറൊരു വശത്താണെങ്കിൽ ഇന്ന് നമുക്ക് പലതരത്തിലുമുള്ള ലോകത്തിൻ്റെ പുരോഗതി നമ്മുടെ കൈകളിലേക്ക് പെട്ടെന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ കുട്ടികളുടെ കയ്യിൽ പോലും സ്മാർട്ട് ഫോണുകളും അതുപോലെ തന്നെ
ഇന്ന് നമുക്ക് കമ്പ്യൂട്ടറും നെറ്റ്വർക്കിങ്ങും എന്തെല്ലാം സൗകര്യങ്ങളാണ് കൂടിക്കൂടി വരുന്നത്. ഹോസ്പിറ്റലിൽ നോക്കണ്ട, പെട്ടെന്നാണ് റിസൾട്ടുകളൊക്കെ നമുക്ക്, ബ്ലഡ് ടെസ്റ്റുകളും അതുപോലെയൊക്കെ പെട്ടെന്ന് കിട്ടുന്നു. അപ്പം ദിനം പ്രതി സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും വേറെ വശത്തേക്ക് നമ്മൾ നോക്കൂ. നിങ്ങൾ ഇതൊക്കെ കൈവരിക്കാനും, അതായത് പുരോഗതി കൈവരിക്കാനും ആരോഗ്യം നിലനിർത്താനുമുള്ള ഒരു കഴിവെന്ന് ഹിന്ദു സമൂഹത്തിനുണ്ടോ? തുറന്ന് സമ്മതിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പുരോഗതിയൊക്കെ കൈവരിക്കാനുള്ള പ്രാപ്തി ഹിന്ദു സമൂഹത്തിനുണ്ടോ? നമ്മൾ ഇന്നൊരു പോകുന്ന പോക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവർ പോകുന്ന പോലെ നമ്മൾ അന്ധരായി പോവുകയാണ് ജീവിതത്തിൽ. നമ്മുടെ കുട്ടികൾ ഇന്ന് അങ്ങനെ ഒരു അന്ധതയിൽ ജീവിക്കുകയാണ്. രാഷ്ട്രീയത്തിലായാലും അന്ധതയുണ്ട്, മതത്തിലും അന്ധതയുണ്ട്, ജീവിതത്തിലും അന്ധതയുണ്ട്. ആ അന്ധത അവസാനം അധപ്പതനത്തിലേക്കാണ് എത്തിക്കുക എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. ഏതിലും അതൊക്കെ നമ്മൾ രാഷ്ട്രീയത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. ഏത് അന്ധതയും എത്തിക്കുന്നത് അവസാനം അത് ഇല്ലാതെ എത്തിയിരുന്നില്ല. ഇവിടെയാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഉൾവെളിച്ചം നൽകേണ്ടത്, ഉൾക്കരുത്ത് നൽകേണ്ടത്. എന്താണ് ഈ ഉൾവെളിച്ചം? നമ്മുടെ ഋഷിവര്യന്മാർ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഉൾവെളിച്ചം എന്ന് പറയുന്നത്, നാരായണ ഗുരുദേവനൊക്കെ കാണിച്ചു തരുന്നൊരു ഉൾവെളിച്ചം. അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠിച്ചു, അല്ലേ? എങ്ങോട്ട് നോക്കാനാ പറയുന്നത്? പുറത്തേക്ക് മാത്രം നോക്കിയാൽ പോരാ, അകത്തേക്ക് നോക്കണം, അകക്കണ്ണ് തുറക്കണം. ആഴണം വാഴണം നിൻ മഹസാമാഴിയിൽ. ഉള്ളിലൊന്ന് നമ്മൾ പരിവർത്തനം വരുത്തണം. ഈ ഉള്ളിൽ സംഘർഷങ്ങൾ നിറഞ്ഞാൽ, അസ്വസ്ഥതകൾ നിറഞ്ഞാൽ, പ്രയാസങ്ങൾ നിറഞ്ഞാൽ എന്ത് ആഗ്രഹങ്ങൾ ഉണ്ടായാലും കാര്യമില്ല, നേടിയെടുക്കാൻ പറ്റില്ല. അപ്പൊ എന്തിനും നമുക്കൊരു വീട് കെട്ടുമ്പോൾ ഒരു അടിത്തറ വേണം. വേണ്ടേ? ഒരു വാഹനം നമ്മൾ കൊണ്ടുപോകുമ്പോൾ വേണ്ടത്ര എയർ ടയറിൽ ഉണ്ടാവണ്ടേ? വേണോ? ഇതുപോലെ നമ്മുടെ ജീവിതത്തിലൊരു അടിത്തറ എന്താണ്? ജീവിതത്തിന്റെ അടിത്തറ എന്താണ്? നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കേവലം വിദ്യാഭ്യാസം എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഹിന്ദു മതത്തെ പോലെ ഇത്ര സയന്റിഫിക് ആയിട്ട് റിലീജിയൻ ലോകത്തിലില്ല. ഒരു മതവും കാണാൻ പറ്റില്ല. നമ്മൾ മറ്റു മതങ്ങളെ ഒരു ഇതായിട്ട് പറയല്ല, പക്ഷെ ഇത്രയും സയന്റിഫിക് ആയിട്ട്. കാര്യം ഇന്നത്തെ ഞാൻ പറയണത് ആധുനിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആധുനിക ഗവേഷണങ്ങൾ എത്തിച്ചു നിൽക്കുന്നത് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഭാരത ദർശനത്തിലേക്കാണ്. അപ്പൊ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം മനുഷ്യൻ ഒരു ബുദ്ധിയുള്ള ഒരു വ്യക്തി മാത്രമല്ല, മനുഷ്യന് മനസ്സുണ്ട്, വികാരങ്ങളുണ്ട്. അപ്പൊ മനുഷ്യന്റെ ബുദ്ധിയാണ് ഇപ്പം നമ്മൾ എല്ലാവരും ഡെവലപ്പ് ചെയ്യാൻ നോക്കണം. സ്കൂളിൽ പോകുന്നു, ട്യൂഷന് പോകുന്നു, എൻട്രൻസിന് പോകുന്നു, അതുപോലെ തന്നെ സിവിൽ സർവീസിന് പോകുന്നു, ബാങ്ക് കോച്ചിങ്ങിനൊക്കെ ബുദ്ധിയെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ മനസ്സിനെ അവഗണിച്ചു. എന്നാൽ മനസ്സുണ്ടെങ്കിലേ എല്ലാറ്റിനും ഒരു താല്പര്യമുള്ളൂ, മനസ്സുണ്ടെങ്കിലേ ഒരു ഇൻട്രസ്റ്റ് ഉള്ളൂ, മനസ്സുണ്ടെങ്കിലേ ഒരു ഊർജ്ജമുള്ളൂ. നമ്മൾ അങ്ങനെയാണല്ലോ ഭാഷ പറയുക, എനിക്ക് മനസ്സില്ല, എനിക്ക് താല്പര്യമില്ല, അല്ലെ? അങ്ങനെയല്ലേ പറയുക? അപ്പൊ ഒരു വശത്ത് ബുദ്ധിപരമായ വികസിക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ടെങ്കിലും മനസ്സ് ശരിയല്ലെങ്കിൽ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല. ശരിയാണോ? അപ്പൊ പല വീട്ടിലും അച്ഛനമ്മമാർക്ക് കുട്ടികളെ പഠിപ്പിക്കാനുള്ള കഴിവുണ്ടായിരിക്കും, സാധ്യതകളുണ്ട്. പക്ഷെ മാനസികമായി കുട്ടികൾ തയ്യാറില്ലെങ്കിലോ? ഇന്നിപ്പോ നോക്കൂ, നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ മാനസികമായി തയ്യാറില്ല. അവർ പറയണോ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്ന്. കല്യാണം കഴിഞ്ഞാലും കുഞ്ഞുങ്ങളാവാൻ അവർക്ക് പെട്ടെന്ന് താല്പര്യമില്ല. മാനസികമായി അവർ തയ്യാറല്ല. ഉണ്ടോ ഇല്ലയോ? ഞാൻ പറയണത് ശ്രദ്ധിക്കണ്ടോ? നിങ്ങൾ ഉണ്ടോ? അപ്പൊ പലതിലും കുട്ടികളുടെ മനസ്സ് വളരുന്നില്ല. അതുകൊണ്ടാണ് അവര് അമിതമായി മൊബൈൽ അഡിക്ഷൻ വരുന്നത്, അല്ലെങ്കിൽ ടാബിലോ മറ്റു കാര്യത്തിലോ അഡിക്ഷൻ വരുന്നത്. ഈ മനസ്സ് എവിടെയോ സ്റ്റക്കായി. അവർക്ക് ഇൻട്രസ്റ്റ് മുഴുവൻ, താല്പര്യങ്ങൾ മുഴുവൻ കേവലം അവരുടെ ടൈം പാസിലായി, അവരെ എന്റർടൈൻമെന്റ് ചെയ്യുന്നതിലായി ആണോ? എന്നാൽ ഈ കുട്ടികൾ അറിയുന്നില്ല, ഈ മനസ്സിലാണ് ഒരാളുടെ വികാസത്തിന്റെ സർവശക്തിയും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആ മനസ്സ് വാർത്തെടുത്താൽ മാത്രമേ, അതിന് തപശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ബുദ്ധി കൊണ്ട് പലതും കൈവരിക്കാൻ സാധിക്കുള്ളൂ. ഈ ബുദ്ധിയും മനസ്സും ഇന്നിപ്പം ലോകത്തിലെ സൈക്കോളജി ഈ കാര്യത്തിൽ വളരെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്. ദ മൈൻഡ് ആൻഡ് ഇന്റലക്ട്. അതിനവർ പറയുന്ന IQ, EQ. ഈ വാക്കുകൾ എല്ലാവരും കേട്ട് കാണാം. EQ എന്നാൽ ഇമോഷണൽ കോഷ്യന്റ് എന്നും IQ എന്നാൽ ഇന്റലക്ച്വൽ അല്ലെങ്കിൽ ഇന്റലിജന്റ് കോഷ്യന്റ് എന്നുള്ള വാക്കുകളൊക്കെ നമ്മൾ കേട്ട് കാണാം. കേട്ടില്ലേ? കുട്ടിയുടെ IQ ലെവൽ, കുട്ടിയുടെ EQ ലെവൽ എന്നൊക്കെ ഒന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടോ? അതുകൊണ്ടാണല്ലോ EQ-നെ കുറിച്ചുള്ള പുതിയ പുതിയ ഗവേഷണങ്ങളൊക്കെ. നമുക്ക് കൗൺസിലിംഗ് കുട്ടികൾക്ക് കൊടുക്കണം, പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ ഡിപ്രഷൻ വരുന്ന കുട്ടികൾക്ക് കൗൺസിലിംഗ് വേണം എന്നൊക്കെ നമ്മളിപ്പോൾ ധാരാളം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു വരുന്നുണ്ട്. അപ്പൊ EQ പാർട്ട്,
ഇത് എങ്ങനെ മനുഷ്യന് ഡെവലപ്പ് ചെയ്യാം? സത്യത്തിൽ നമ്മുടെ ഹിന്ദു മതം മുഴുവൻ EQ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളതാണ്. മറ്റു മതങ്ങളെപ്പോലൊരു അന്ധമായ ഒരു ദൈവ വിശ്വാസമോ ദൈവഭയമൊന്നും നമുക്കില്ലാത്ത അതുകൊണ്ടാണ്. മറ്റുള്ളവരെ അവരുടെ മത സംസ്കാരങ്ങൾ കൊണ്ടു നടക്കുന്നത് ദൈവഭയത്തിൽ ഊന്നിക്കൊണ്ടാണ്. അല്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും, ദൈവം നരകത്തിലാക്കും. നമുക്കങ്ങനെ ഒരു ദൈവഭയത്തിലല്ല നമ്മുടെ മതം വളർത്തിയിട്ടുള്ളത്. ഋഷിവര്യന്മാർ തപസ് ചെയ്ത് രൂപപ്പെടുത്തി. നാരായണ ഗുരുദേവൻ എത്ര കാലം തപസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഭാരത സംസ്കൃതിയെ പോഷിപ്പിച്ചത്. ശങ്കരാചാര്യസ്വാമികൾ എത്ര കാലം തപസ് ചെയ്തിട്ടാണ്. വിവേകാനന്ദ സ്വാമികൾ എത്ര കാലം തപസ് ചെയ്തിട്ടാണ്. ഓരോ മഹാന്മാരും തപസ് ചെയ്ത് അവരുടെ മനസ്സിനെ അവർ മനസ്സിലാക്കി അതിനെ പരിവർത്തനം വരുത്തി സമൂഹത്തിനെ ഉയർത്താനുള്ള വഴികൾ അവർ നമുക്ക് കാണിച്ചു തന്നു. അപ്പം അവർ പറഞ്ഞു തന്ന വഴിയിലൂടെ നമുക്ക് പോവാൻ സാധിച്ചാൽ മനസ്സിന് വലിയ പരിവർത്തനമുണ്ടാവും. ഈ സത്സംഗം നടക്കുന്നതിന് അയ്യപ്പ സേവാ സംഘത്തിന്റെ പേരിലാണ്, സമാജത്തിന്റെ പേരിലാണ്. അയ്യപ്പസ്വാമി എന്ന് പറയുന്നത് തപസ്സിന്റെ പ്രതീകമാണ്, അല്ലെ? 18-ാം പടിക്ക് മുകളിൽ ധ്യാനനിരതനായിരിക്കുന്ന അയ്യപ്പനെയാണ് നമ്മൾ ആരാധിക്കുന്നത്, ആണോ അല്ലയോ? അത് തന്നെ തപസ്സിന്റെ പ്രതീകമാണ്. അപ്പൊ തപസ്സാണ് നമ്മുടെ കുട്ടികൾക്ക് കുറച്ചൊക്കെ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് പരിശീലിച്ചു നോക്കൂ. തപസ്സിലൂടെ മാത്രമേ മനസ്സിൽ പരിവർത്തനം ഉണ്ടാവുള്ളൂ. നമ്മുടെ ഹിന്ദു സമൂഹം ഉണ്ടല്ലോ, തപസ് വിട്ടുപോയി. തപസ് എന്ന് പറഞ്ഞാൽ അന്ധമായി നമ്മൾ കണ്ണടച്ചിരിക്കുന്നതല്ലത്, ഒരു ജപ സംസ്കാരങ്ങൾ. അതാണ് നാരായണ ഗുരുദേവനൊക്കെ ആവർത്തിച്ച് പറഞ്ഞത്. ദൈവത്തെ സ്തുതിക്കുന്ന അനവധി കീർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ അനവധി കൃതികൾ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാനെ സ്തുതിക്കുന്ന, ദേവിയെ സ്തുതിക്കുന്ന അനവധി കീർത്തനങ്ങളൊക്കെ. ഈ കീർത്തനങ്ങളൊക്കെ നമുക്ക് തന്നിരിക്കുന്നത്, സ്തുതിക്കുന്നതൊക്കെ നമ്മുടെ മനസ്സ് ദൈവീകമായ ഒരു ഭക്തിയിലേക്ക് ഉയരുമ്പോൾ ഈ ഭക്തിയാണ് നമുക്ക് ശക്തിയായിട്ട് രൂപപ്പെടുന്നത്. നമ്മുടെ വീടുകളിൽ അങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളൊക്കെ കുറഞ്ഞുപോയി. അതുകൊണ്ടാണ് ഹിന്ദു സമൂഹത്തിൽ വിദ്യാഭ്യാസമുണ്ടെങ്കിലും ആത്മഹത്യകൾ കൂടുന്നത്, വിദ്യാഭ്യാസമുണ്ടെങ്കിലും അച്ഛനമ്മമാർ പറഞ്ഞാൽ അനുസരിക്കാത്തത്, വിദ്യാഭ്യാസമുണ്ടെങ്കിലും കുട്ടികൾ അച്ഛനമ്മമാരിൽ നിന്ന് അകന്നു പോകുന്നത്. നിങ്ങൾ നോക്കൂ, ഇന്നിപ്പം പ്രായമുള്ളവരുടെ ഒരു കേന്ദ്രമായി നമ്മുടെ ഹിന്ദു വീടുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, ആണോ? ബാക്കിയുള്ള കുട്ടികളൊക്കെ ഒന്ന് വിദേശങ്ങളിലേക്ക് പോകാനാണ് അവർക്ക് താല്പര്യം, ആണോ അല്ലയോ? അവർക്ക് പഠിച്ചു കഴിഞ്ഞാൽ, +2 കഴിഞ്ഞാൽ എല്ലാവർക്കും കാനഡയ്ക്ക് പോകണം, യൂറോപ്പിൽ പോകണം, അല്ലെങ്കിൽ UK പോകണം. ആർക്കും ഇവിടെ നിൽക്കണ്ട. അതെന്തേ ഇങ്ങനെ പറ്റിയത്? എന്നാൽ എൻ്റെ അച്ഛനും അമ്മയും പ്രായമാവും, അവരെ നോക്കാൻ ആരുമില്ല, ഇവിടെ തന്നെ എനിക്ക് സാധ്യതകളുണ്ട്, ഇവിടെ തന്നെ എനിക്ക് ഡെവലപ്പ്. എന്തേ നമ്മുടെ കുട്ടികൾക്ക് തോന്നാത്തത്? നിങ്ങൾ മുസ്ലിം സമുദായത്തിലേക്ക് നോക്കൂ, അവരുടെ കുട്ടികൾ പുറത്തേക്കൊന്നും പോകുന്നില്ല. അവരിവിടെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നു, അവരിവിടെ തന്നെ ബിസിനസ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ തന്നെ അവരുടെ കുടുംബത്തിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, ഉണ്ടോ ഇല്ലയോ? അതെന്താ ഹിന്ദു സമൂഹം മാത്രം ഇങ്ങനെ പുറത്തേക്ക് പോകണം എന്നുള്ള ചിന്ത വന്നത്? കാരണം ഈ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഒരു ധാരണ, ഇക്കരെ നിൽക്കുമ്പോൾ എപ്പോഴും അക്കരെ പച്ചയാണ്. അപ്പൊ അവർക്ക് തോന്നുന്നു അവിടെ എന്തോ സ്വർഗമുണ്ടെന്നാണ്. പാവം ഈ കുട്ടികൾ അറിയുന്നില്ല, അവിടെയും കഷ്ടപ്പാടാണ്. ഇവിടെ ആകുമ്പോൾ കുറച്ചുകൂടി അച്ഛനും അമ്മയും എല്ലാവരും കൂടി ചേർന്നുള്ള ജീവിതമുണ്ട്. അവിടെ ആകുമ്പോൾ ഒറ്റയ്ക്ക് കുറെ കൂട്ടുകാരുടെ കൂടെ, എത്ര ദിവസം അവർ കൂട്ടുകാരുടെ കൂടെ ഭക്ഷണം കഴിച്ചിരിക്കും. കുറെ കഴിഞ്ഞാൽ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം അവർക്ക് മിസ് ചെയ്യും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ജീവിക്കാൻ അതേ മാർഗമുള്ളൂ എന്നുള്ളൊരു ധാരണയിൽ നമ്മുടെ കുട്ടികൾ ഇന്ന് പുറത്തേക്ക് പോകണം. ഞാൻ വേണ്ടെന്നല്ല പറയണത്, പക്ഷെ അവർ തിരിച്ചു വരികയും വേണം, വേണ്ടേ? കുറച്ചൊക്കെ സമ്പാദിച്ചാൽ തിരിച്ചു വരണം. പക്ഷെ പലരും തിരിച്ചു വരുന്നില്ല. കാരണം അപ്പോഴേക്കും അവർ കല്യാണം കഴിച്ചു, അവരുടെ കുട്ടികൾ അവിടെയായി, ആ കുട്ടികൾ ആ ഭാഷ പഠിച്ചു, പിന്നെ അവർക്ക് ഇവിടെ വന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, ആണോ? ഇങ്ങനെ നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ ഇന്ന് വലിയൊരു ഫിൽട്രേഷൻ, നമ്മുടെ കുട്ടികളുടെ ഒരു അടിയൊഴുക്ക് ഉണ്ടോ ഇല്ലയോ? സത്യം പറയൂ നിങ്ങൾ. ഇതാണ് നമ്മളിപ്പോൾ കുട്ടികൾ പഠിക്കുമ്പോൾ തന്നെ ആദ്യമേ ചിന്ത കാനഡയ്ക്ക് പോകണം, അല്ലെങ്കിൽ അവിടെ പോകണം, ഇവിടെ പോകണം എന്നുള്ള ചിന്തയാണ്. അപ്പൊ ഇവിടെയാണ് നമുക്ക് കുട്ടികളിലൊരു ആത്മബലം, അതുപോലെ ആത്മശക്തി ഇത് കൊണ്ടുവരണം. അവർക്ക് ഇവിടെ തന്നെ പലതും നേടിയെടുക്കാൻ സാധിക്കുമെന്ന ഒരു ബോധമുണ്ടാവണം. നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ഇവിടെ സാധ്യതകളുണ്ട്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ IT ഉള്ളത് ഭാരതത്തിലാണ്, അറിയാലോ നിങ്ങൾക്ക്. ലോകത്തിൽ ഇപ്പം അമേരിക്കയിൽ ശരി, ഏത് രാജ്യങ്ങളിലായാലും ശരി, അവർക്ക് വേണ്ടുന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഭാരതത്തിലാണ്. ബാംഗ്ലൂരും പൂനെയൊക്കെ കേട്ടില്ലേ നിങ്ങൾ? ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് കുട്ടികൾക്ക് പല ലോകങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും. പുതിയ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകം വരുന്നത്. എന്തെല്ലാം സാധ്യതകളാണ് തുറന്നു കിടക്കണമെന്നറിയോ? ഇനിയിപ്പം സർജന്മാരൊന്നും ഹോസ്പിറ്റലിൽ വേണ്ട, എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചുകൊണ്ടാണ്. ഇനി എന്നെപ്പോലെ പ്രഭാഷകന്മാർ വേണ്ട, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചുകൊണ്ട് എൻ്റെ പ്രഭാഷണം തന്നെ അതിൽ കംപ്ലീറ്റ് അപ്ലോഡ് ചെയ്തിട്ട് അതിനെക്കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റുന്ന കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ലോകം പുതിയ ഒരു കാൽവെപ്പിലേക്ക് പോകുമ്പോൾ സൗകര്യങ്ങളുണ്ട്, ടെക്നോളജി ഉണ്ട്. അതുപോലെ ഇപ്പൊ കാറൊക്കെ നമുക്കറിയാം ഇലക്ട്രിക്കലായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇതൊക്കെ വിദേശങ്ങളിൽ നിന്ന് വരുന്നത് എന്തുകൊണ്ടാണ്?
എന്തുകൊണ്ട് ഭാരതത്തിലുണ്ട്, ഇപ്പം ടാറ്റയും അതുപോലുള്ള കമ്പനികളുണ്ട്. നമ്മുടെ കേരളത്തിൽ എന്താ വരാത്ത? കേരളത്തിലാണല്ലോ ഇത്രയും വിദ്യാഭ്യാസമുണ്ടെന്നൊക്കെ കുട്ടി ഘോഷിക്കുന്നത്, നമ്പർ 1 എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് കേരളം അതിനൊരു തയ്യാറെടുക്കാത്തത്? കാരണം നമ്മുടെ കുട്ടികളെ അതിനു വേണ്ടി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഗവൺമെന്റ് സിസ്റ്റം ഇല്ല എന്നുള്ളതൊരു കാര്യം. അത് നമ്മുടെയൊക്കെ ഒരു പരാജയം. ഇപ്പൊ എന്ത് ചെയ്യാൻ, ആ കൊടി പിടിക്കുന്ന രാഷ്ട്രീയം ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയം. ഒരു വികസനം എന്നുള്ള ചിന്തയേക്കാൾ ഉപരി എങ്ങനെ കൊടിയിൽ തീർത്ത് ജീവിതം, കൊടി കുടി, ആദ്യം കൊടി, പിന്നെ കുടി, പിന്നെ വടി. ഇതാണ് ഇപ്പൊ ഹിന്ദുവിന്റെ അവസ്ഥ, അല്ലേ? അതാണോ സത്യം? അല്ലയോ? ഈ സത്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അടുത്ത തലമുറയെ ഒരു ഭക്തി സംസ്കാരത്തിൽ വളർത്തണം. സാധ്യതകളെ കണ്ടെത്തണം. വേണോ വേണ്ടയോ? ഇവിടുത്തെ സാധ്യതകളെ കണ്ടെത്തണം. വേണോ വേണ്ടയോ? പറയൂ നിങ്ങൾ. ആ സാധ്യതകളെ കണ്ടെത്തുകയും വേണം. അതിന് ഒന്നിച്ചു നിന്ന്, അങ്ങനെ നല്ല സമൂഹമായി നിന്നുകൊണ്ട്, അതായത് കഴിവുള്ളവരെ ഒന്നിച്ചു ചേർന്ന് അതിനെ വളർത്തിയെടുത്ത് ഇവിടെ തന്നെ സംരംഭങ്ങൾ തുടങ്ങി, ഇവിടെ തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റി, ഇവിടെ തന്നെ അച്ഛനമ്മമാരെ സംരക്ഷിക്കാൻ പറ്റി. അങ്ങനെ പ്രതിസന്ധികളെ തരണം ചെയ്യാനും സാധ്യതകളെ വളർത്തിയെടുക്കാനും നാളത്തെ തലമുറയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇവിടെ ഒരുക്കി കൊടുക്കാനും സാധിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടമാണോ? വേണോ വേണ്ടയോ? എന്തോന്നും മിണ്ടാത്തത് നിങ്ങൾ. ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കണം. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഭൂരിപക്ഷം അമ്മമാരും ഇവിടെ ഇരിക്കുന്നത് കുട്ടികളെ ട്യൂഷന് പറഞ്ഞയച്ച് എൻട്രൻസിന് പറഞ്ഞിട്ട് എങ്ങനെങ്കിലും അവനെ അയർലൻഡിലേക്ക് പറഞ്ഞയക്കാനുള്ള പരിപാടിയിലാണ് ഇരിക്കുന്നത്. അതൊന്ന് നേരെ കഴിഞ്ഞാൽ ഒക്കെ ഇതാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ വിദേശത്തൊക്കെ യാത്ര ചെയ്യുന്ന ആളാണ്. ഇവിടുത്തെ ഇത്രയും നല്ലൊരു കാലാവസ്ഥ ലോകത്തിലില്ല. ഇതുപോലുള്ളൊരു മണ്ണ് വേറെ എവിടെ ഇല്ല. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ പല രാജ്യങ്ങളിലും യാത്ര ചെയ്യുന്ന ആളാണ്. പല രാജ്യത്തിന്റെ വിസ 10-15 വർഷത്തേക്കുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ എന്നോട് ചോദിക്കുകയാണ്, എനിക്കൊരു അവസരം ഇനിയും ജന്മം കിട്ടുകയാണെങ്കിൽ എവിടെയാണ് ജനിക്കാനോ? ഇവിടെ തന്നെയും ജനിക്കുള്ളൂ. അവിടെയൊന്നും വേണ്ട. കാരണം അവിടെയൊക്കെ ഒരു പക്ഷേ നമുക്ക് കുറെ സുഖ സൗകര്യങ്ങൾ കൂടുന്നു എന്നല്ലാതെ ഒരു സംസ്കാരമുള്ള സ്ഥലം എവിടെയാണ്? ഈ ഉത്സവങ്ങളും നോക്കൂ നിങ്ങൾ, മുത്തപ്പനും അതുപോലെ പലതും. ഇപ്പൊ കൊട്ടിയൂർ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഇങ്ങനെയുള്ള പലതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ സ്വാധീനിക്കുന്ന പലതും അത് മറ്റു രാജ്യങ്ങളില്ല. എവിടെയുള്ളൂ? ഈ ഭാരതത്തിലേ ഉള്ളൂ. അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഈ നാടിനോട് കൂടുതൽ ഒരു അവർക്ക് ഇഷ്ടം വരണമെങ്കിൽ, എന്തുകൊണ്ടാണ് അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അവരിവിടെ സാധ്യതകളൊന്നും കാണുന്നില്ല. ആ സാധ്യതകൾ കാണിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസവും നമുക്ക് ഇല്ല. അതാണ് നമ്മുടെ ഒരു കഷ്ടകാലം. വാസ്തവത്തിൽ നമ്മൾ ഓരോരുത്തരും അനവധി സാധ്യതകളുള്ളതാണ്. കുട്ടികളുണ്ടല്ലോ, ഒരല്പം ഒരു ഭക്തി ഉള്ളവരായി തീർന്നാൽ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, രാവിലേക്ക് എണീറ്റ് കുട്ടികളെ ചിലതൊക്കെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ സത്സംഗം അതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചാലഞ്ചുകൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ചാലഞ്ചുകളെ ഫേസ് ചെയ്യാൻ നമ്മുടെ കുട്ടികളെ അതിന് പ്രാപ്തമാക്കണം. മനസ്സിലായില്ലേ? ഇപ്പം ഞാനിവിടെ ഇന്നിരുന്ന് പ്രഭാഷണം ചെയ്യുമ്പോൾ അയ്യപ്പ സേവാ സംഘത്തിന്റെ നിതീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മരണത്തെക്കുറിച്ചൊക്കെ പറയണ്ടായി. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയാണ്? ഒരു സൈലന്റ് അറ്റാക്കാണ്. നിങ്ങൾക്കറിയാം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്ന ഹാർട്ട് അറ്റാക്കിലാണ്. രണ്ടാമത്തത് സ്ട്രോക്ക് കൊണ്ടാണ് ആളുകൾ മരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇത് രണ്ടും സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാന കാരണം ഇത് ആഹാര രീതിയോ മറ്റോ മാത്രമല്ല, നമ്മുടെ ജീവിത രീതികളാണ്. ഇന്നിപ്പം മെഡിക്കൽ സയൻസ് ഡോക്ടർമാർ എല്ലാം അടിവരയിട്ടിട്ട് പറയുന്ന ഒരു കാര്യമാണ്, എല്ലാ രോഗത്തിൻ്റെയും അടിസ്ഥാന കാരണം ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നാണ് അതിന് പറയുക. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക്? ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നാണ്. ഒന്ന് പറയൂ എല്ലാവരും. എന്താ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പ്രകൃതിക്കനുസരിച്ചല്ല ജീവിക്കുന്നത്. നമ്മൾ സുഖ സൗകര്യങ്ങളൊക്കെ കൂടിയപ്പോൾ നമ്മുടെ ജീവിത രീതികളിലെല്ലാം മാറ്റം വന്നു. നിങ്ങൾ നോക്കൂ, പ്രകൃതിയിൽ നിന്ന് നോക്കി പലതും പഠിച്ചവരാണ് നമ്മുടെ പൂർവികര്. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ വീടിന്റെ മുറ്റത്തൊക്കെ നിങ്ങൾ മുല്ല നട്ടിട്ടുണ്ടാവും, ചെമ്പരത്തി പൂ നട്ടിട്ടുണ്ടാവും, പല പൂക്കളും ഉണ്ടാവില്ലേ? നിങ്ങൾ അതിന്റെ മുട്ടുകളൊക്കെ നോക്കിക്കോളൂ. അല്ലെങ്കിൽ നിങ്ങൾ ചില ഇലകളൊക്കെ നോക്കിക്കോളൂ വൃക്ഷങ്ങളുടെ. രാത്രി ആയാൽ അതൊക്കെ കൂമ്പി അടയുന്നത് കാണാം. രാവിലെ പുലർച്ചെയാകുമ്പോൾ അതെല്ലാം ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഒക്കെ ഈ മുട്ടുകളൊക്കെ എപ്പോഴാണ് വിടരാറ്? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? എപ്പോഴാണ് വിടരാറ്? 8 മണിക്കോ? എത്ര മണിക്ക്? പുലർച്ചയ്ക്കാണോ അതോ ഒരു 6-7 മണിക്കൊക്കെയാണോ? പുലർച്ചയ്ക്കാണോ? അല്ല, അത് കണ്ടാലല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഇതിപ്പോ ചോദിച്ചതേ അബദ്ധമായി പോയി. ഇത് കണ്ടിട്ടുണ്ടെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതൊക്കെ വിടരുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴാ വിടരാറ്? ഉച്ചയ്ക്ക് 12 മണിക്കോ? ഒരു 6 മണിയാകുമ്പോഴേക്കൊക്കെ വിടർന്നിട്ടുണ്ടാവും. ഉണ്ടാവില്ലേ? ഇനി പക്ഷികളുടെ കരച്ചിൽ നിങ്ങൾ കേട്ടില്ലേ? അതിപ്പോ രാവിലെ ഉണർന്നാലേ കേൾക്കുള്ളൂ. കേട്ടിട്ടുണ്ടോ? എത്ര മണിക്കാണോ അതൊക്കെ കേൾക്കുക?
ഒരു 4-5 മണിയുടെ ഉള്ളിലൊക്കെ കേൾക്കാൻ തുടങ്ങും. ഉണ്ടോ? പശുക്കളൊക്കെ രാവിലെ ആകുമ്പോഴേക്കും ഒരു 5-5:30 ആകുമ്പോഴേക്കും എല്ലാം പാല് ചുരത്താൻ തുടങ്ങും. ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? കറവുള്ള പശുക്കളൊക്കെ അങ്ങനെയല്ലേ? ആണോ അല്ലയോ? അത് 8 മണിക്കാണോ എണീക്കുക? അപ്പൊ ഇത് തന്നെ മനസ്സിലാക്കാം. പ്രകൃതി നോക്കൂ. നമുക്ക് സയൻസിലൊക്കെ പറ്റിയൊരു അബദ്ധം എന്താ അറിയോ? ഈ സ്കൂളിൽ സത്യത്തിൽ കുട്ടികളെ പറഞ്ഞയക്കരുതെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. സ്കൂൾ വിദ്യാഭ്യാസമേ ശരിയല്ല എന്ന് നല്ല ഉറപ്പുള്ള ഒരാളാണ്. കാരണം എന്താ വെച്ചാൽ ആ വിദ്യാഭ്യാസമാണ് നമ്മളെ തകർത്തത്. ഇതായിരുന്നില്ലേ വിദ്യാഭ്യാസം? ഈ വിദ്യാഭ്യാസത്തിലായിരുന്നില്ലേ നമ്മുടെ കുട്ടികൾ പോകേണ്ടത്? ഒരുപക്ഷെ ഗീതയൊക്കെ നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാകുമായിരുന്നു എന്താണ് ശരിയായ വിദ്യാഭ്യാസം. ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. ഞാൻ ചോദിക്കട്ടെ, എന്താണ് വിദ്യാഭ്യാസം? അതിനെങ്ങനെ നിർവചിച്ചാൽ എന്താ നിങ്ങൾ പറയാ? വാട്ട് ഈസ് എഡ്യൂക്കേഷൻ? എന്താണ് വിദ്യാഭ്യാസം? ഒന്ന് നിർവചിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? നിങ്ങളൊക്കെ പഠിച്ചവരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് അത്രേ അറിയുന്നുള്ളൂ. വാട്ട് ഈസ് എഡ്യൂക്കേഷൻ? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞവരല്ല അധികം? എന്താന്ന് ഡിഗ്രി കഴിഞ്ഞവരൊക്കെ കൈവെക്കും. കുറച്ച് പേരുണ്ട്. PG പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞവർ എത്ര പേരുണ്ട്? SSLC കഴിഞ്ഞവർ എത്ര പേരുണ്ട്? ആരുമില്ലേ? ആരും കൈവെക്കണില്ല. കള്ളത്തരം കാണിക്കരുത്. സത്യം, നിങ്ങളൊക്കെ നുണ പറയാണ്. SSLC കഴിഞ്ഞിട്ടില്ല. എത്ര പേര് സത്യസന്ധമായി കൈവെക്കും? കുറേ പേരൊക്കെ SSLC കഴിഞ്ഞ പ്ലസ് പണ്ടത്തെ പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞവരുണ്ട്. അപ്പൊ ഒരുവിധം ഒരു 99% എഡ്യൂക്കേറ്റഡ് ആണ് നമ്മളൊക്കെ. എന്റെ ചോദ്യത്തിന് ഉത്തരം തരണം. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനാ സ്കൂളിൽ പോകുന്നത് കുട്ടികൾ? പഠിക്കാൻ. അതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തരം. പഠിക്കാനേ സ്കൂളിൽ പോകരുത്. കുട്ടികളെ പഠിക്കാനേ സ്കൂളിൽ പറഞ്ഞയക്കരുത്. സത്യത്തിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അറിയില്ല എനിക്ക്. കാരണം പഠിക്കാനല്ല സ്കൂളിൽ പോകേണ്ടത്. അതാണ് നമ്മളെ തെറ്റ് പഠിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ തെറ്റാണ് കുറെ ഉൾക്കൊണ്ടുപോയത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ പറ്റിയ വലിയ പരാജയം. അത് ഈ നമ്മുടെ കേരളം ഉണ്ടല്ലോ, അന്ധമായ രാഷ്ട്രീയവും അന്ധമായ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മുടെ തലയിൽ ഏൽപ്പിച്ചു. ഇനി ശ്രദ്ധിക്കുക ഞാൻ പറയുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ശരിയല്ല എന്ന് പറയുന്നത്. ഗീതയിൽ കൃഷ്ണൻ പറയുന്ന ഒരു ശ്ലോകം ഇതാണ്. ഗീത അതൊക്കെ നമ്മൾ ഇനി പഠിക്കണം. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഇനിയിപ്പോൾ വ്യാസപൂർണിമ വരും ജൂലൈ 21. കേട്ടിട്ടുണ്ടോ നിങ്ങൾ വ്യാസപൂർണിമ? എല്ലാവരും ഗീത വായിക്കണം. നമ്മുടെ കുട്ടികളെ കൊണ്ട് നിങ്ങൾ ഗീതയിലെ 2ാം അധ്യായത്തിലെ 55ാം ശ്ലോകം മുതൽ 18 ശ്ലോകങ്ങൾ ഡെയിലി ചൊല്ലിക്കണേ. ഒരു ആത്മഹത്യ ഒരു വീട്ടിലുണ്ടാവില്ല, ഗ്യാരണ്ടീഡാണ്. 2ാം അധ്യായത്തിലെ 55ാം ശ്ലോകം മുതലുള്ള ശ്ലോകങ്ങൾ കുട്ടികളെ നിർബന്ധമായി ഡെയിലി വായിപ്പിക്കണം. ഒരു ആത്മഹത്യയും വീട്ടിലുണ്ടാവില്ല. നമ്മൾക്ക് അത് നോക്കാൻ പരിശീലിച്ചെടുക്കാം. ക്രമേണ അതിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആത്മഹത്യയുടെ കാര്യമില്ല. ഇവിടെ പലതും നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുണ്ട് എന്നുള്ളത്. നിൽക്കട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പൊ കൃഷ്ണൻ പറയുന്നുണ്ട്, ആശ്ചര്യവത് പശ്യതി കശ്യ. ഈ ലോകത്തിൽ പല ആശ്ചര്യങ്ങൾ, അത്ഭുതങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും വലിയ അത്ഭുതം അവനവനാണ്. ഏതാ ഏറ്റവും വലിയ അത്ഭുതം? താജ്മഹലും നയാഗ്ര വെള്ളച്ചാട്ടവും നല്ല അത്ഭുതം. ഏറ്റവും വലിയ അത്ഭുതം ഉറക്കെ പറയണം നിങ്ങൾ, അവനവനാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുമോ? നമ്മളൊക്കെ നമ്മളിൽ പല ന്യൂനതകൾ കാണുന്നവരാണ്. ആണോ? എനിക്ക് സാമ്പത്തിക കുറവുണ്ട്, എനിക്ക് സൗന്ദര്യക്കുറവുണ്ട്, നീളക്കുറവുണ്ട്, പിന്നെ ജാതീയമായ ചില തരത്തിലുള്ള ചിന്തകൾ പലരും ഉണ്ടാവില്ലയോ? ഇപ്പൊ നമ്മൾ ഈ പല മേഖലകളിൽ പോയാൽ ചിലർക്ക് അങ്ങനെ ഉണ്ടാവില്ലയോ? അങ്ങനെ നമ്മൾ ഉൾവലിയിക്കും. നമ്മൾ പരിമിതികൾ കാണും. ശരിയാണോ? എന്നാൽ കൃഷ്ണൻ പറയുന്നു, നിങ്ങൾ നോക്കൂ, ഈ ലോകത്തിലൊരു മഹാത്ഭുതം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് സയന്റിഫിക്കലി നമ്മുടെ ഋഷിവര്യന്മാര് പറഞ്ഞിടത്താണ് സയൻസ് എത്തിയിരിക്കുന്നത്. ഇപ്പൊ നമ്മളൊക്കെ ID കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലേ? ആധാർ കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലേ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങള്? എന്താ ID? ഈ ആധാർ കാർഡിന്റെ ഒരു പ്രത്യേകത എന്താണ്? മറ്റു കാർഡുകളിൽ നിന്ന് പണ്ടുകൊണ്ട് ID ഒക്കെ ഉണ്ട്, പക്ഷെ ആധാർ കാർഡിന്റെ ഒരു പ്രത്യേകത എന്താണ്? നിങ്ങൾ കൂടെ വരണം, എന്നാലും എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആധാർ കാർഡിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ആ ഒരു ID കിട്ടി, അതന്നെ എത്രയേ ഉള്ളൂ. ആധാർ കാർഡിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ? പ്രത്യേകത ഉണ്ട്. എന്താണ്? ആ ഫോട്ടോ നോക്കാൻ പാടില്ല എന്ന്. കാരണം ഇത്രയും വൃത്തികെട്ട ഫോട്ടോ ഉള്ള ഒരു ID ആധാർ കാർഡ് മാത്രമേ ഉള്ളൂ, അല്ലേ? ശരിയല്ലത്? ആധാർ കാർഡിലെ ഫോട്ടോ മാത്രം ഒരാൾക്ക് എനിക്ക് എൻ്റെ ആധാർ കാർഡ് ആദ്യം കിട്ടിയ സമയത്തുള്ളൂ ഞാൻ വിചാരിച്ചു കുരങ്ങന്മാരെന്നാ നമ്മൾ വന്നെന്ന് തെളിവാണെന്നുള്ളത്. അത്ര വൃത്തിയാക്കിയിട്ട് ആ ഫോട്ടോ എടുത്തിരിക്കുന്നത്. അത് വെറുതെ അല്ല, അവർ ആ ക്യാമറയിൽ നോക്കിയിട്ട് പറഞ്ഞു മേലോട്ട് നോക്കാൻ, അതായത് ക്ലിക്ക് ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം കൂടി വായും പൊളിച്ചിട്ടുണ്ട്. ആ ഫോട്ടോ അതിൻ്റെ അകത്ത് വന്നിരിക്കണം, അല്ലേ? അങ്ങനെയല്ലേക്കെ വന്നിരിക്കുന്നത്. ആണോ?
ഈ പെണ്ണ് കാണൽ ചടങ്ങിന് ഈ പെണ്ണിന് ഈ ഫോട്ടോ ഒന്ന് കൊടുത്തു നോക്കും നിങ്ങൾ ആധാർ കാർഡിലെ, ജന്മം കല്യാണം നടക്കില്ലേ പിന്നെ. അത്ര വൃത്തികെട്ട രീതിയില്ല. പക്ഷെ ഇപ്പൊ പലരും കറക്റ്റ് ചെയ്യാൻ തുടങ്ങി അല്ലേ. നിൽക്കട്ടെ. അപ്പൊ ഈ ആധാർ കാർഡ് നമ്മൾ എടുക്കുമ്പോൾ തമ്പ് പ്രിന്റ് കൊടുക്കുക, അങ്ങനെ ഒരു പുതിയൊരു കാര്യം അതിൽ ഉണ്ടായിരുന്നില്ലേ? ആ തമ്പ് പ്രിന്റ് ഒരു വലിയ പ്രൂഫാണ്. എന്താ പ്രൂഫ്? ആ തമ്പ് പ്രിന്റ് പറയുന്നത് ഓരോരുത്തരുടെയും തമ്പ് പ്രിന്റ് മറ്റുള്ളവരിൽ നിന്നും അവർക്ക് പറയൂ വ്യത്യസ്തമാണ്. നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ഗൗരവമായി ചിന്തിക്കുമുണ്ടല്ലോ. ഒരു മഹാത്ഭുതമാണത്, ഒരു മഹാത്ഭുതമാണ്. കേവലം തമ്പ് പ്രിന്റ് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ സൂക്ഷ്മമായിട്ട്. ഓരോരുത്തരുടെയും ശബ്ദം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണോ? ഒന്ന് ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. ആണോ? ഇനി ഓരോരുത്തരുടെയും സ്വഭാവം വീട്ടുകാരിൽ നിന്നും മറ്റും വ്യത്യസ്തമല്ലേ? ഇപ്പൊ ഒരു ക്ലാസ് റൂമിൽ കുട്ടികളെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ടീച്ചേഴ്സ് ആയിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടായിരുന്നു. ഒരു ക്ലാസ്സിലെ ഓരോ കുട്ടിയുടെ സ്വഭാവത്തിൽ വ്യത്യസ്തതല്ലേ? ഉണ്ടോ ഇല്ലയോ? എല്ലാവരും വ്യത്യസ്തരാണ്. അപ്പൊ നോക്കൂ, ഈ പ്രകൃതി എന്ന് പറയണത് ഓരോരുത്തരും മറ്റുള്ളവരിൽ നിന്നും, ഉറക്കെ പറയണത് ഓരോരുത്തരും മറ്റുള്ളവരിൽ നിന്നും ഉറക്കെ പറയും വ്യത്യസ്തരാണോ? ഇനി എന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരണം. നമ്മുടെ ഇന്ത്യയിൽ 140 കോടി ജനങ്ങളാണ്. എത്ര? അതിന്റെ തൊട്ടടുത്ത് ചൈനയില്, മൊത്തം നമ്മുടെ ഈ ഭൂമിയിൽ, അതായത് ആഫ്രിക്ക, അതുപോലെ തന്നെ നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങള്, നോർത്ത് അമേരിക്കൻ രാജ്യങ്ങള്, അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മൊത്തം 800 കോടി ഉണ്ട്. എത്ര? അവർക്ക് പറയൂ. അതായത് ഭൂമിയിലെ ഇപ്പോഴത്തെ ടോട്ടൽ പോപ്പുലേഷൻ ആണ് ഞാൻ ഓൾമോസ്റ്റ് പറയുന്നത്. എത്ര? ഈ 800 കോടി ജനങ്ങളുടെയും തമ്പ് പ്രിന്റ് ഒരാളിൽ നിന്നും വ്യത്യസ്തമാണെങ്കിൽ, ഇത് വ്യത്യസ്തമാക്കണമെങ്കിൽ ഇതിന്റെ പിന്നിൽ ഇത് വ്യത്യസ്തമാക്കാൻ കഴിയുന്ന ഒരു ഇന്റലിജൻസ്, ഒരു ശക്തി വേണോ വേണ്ടയോ? എനിക്ക് അത്രയും പറഞ്ഞു തന്നാൽ മതി. വേണോ? ഭാരതീയ ഋഷിവര്യന്മാര് അതിനെയാണ് ഈശ്വരൻ എന്ന് വിളിച്ചത്. എന്താ ഈശ്വരൻ? എല്ലാവരെയും വൈവിധ്യമാക്കുന്ന ഏകസത്യം എന്നാണ്. ഏകത്വത്തിൽ കൂടെ വന്നില്ല. ഏകത്വം. ആരോ പറഞ്ഞോ ശബ്ദം? നാനാത്വം. എന്താ പറഞ്ഞത്? നമ്മുടെ ഋഷി പറഞ്ഞത് സത്യമാണോ? ഏകത്വം, നാനാത്വം, യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. ഏകത്വത്തിൽ, ഉറക്കെ പറയൂ നിങ്ങൾ, ഈ പറഞ്ഞത് ശരിയാണോ? കൂടെ വന്നില്ല. ഒരു 5000 വർഷം മുമ്പ് പറഞ്ഞ വാക്കാണ് ഏത്? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഏകം സത്വിപ്രാ ബഹുധാ വദന്തി. പറയൂ. ഏകം സത്വിപ്രാ ബഹുധാ വദന്തി. ഏകമാണ് സത്യം, പക്ഷെ അത് വൈവിധ്യ രൂപത്തിൽ പ്രകടമാവുന്നു. അതിന് വൈവിധ്യതയെ പ്രകടമാക്കാൻ സാധിക്കും. അപ്പൊ ഏത് വൈവിധ്യതയ്ക്ക് പിന്നിലും ഒരു ഇന്റലിജൻസ് വേണോ? പ്രകൃതിക്ക് സ്വയം വൈവിധ്യമാവാൻ. നോക്കൂ, ഇവിടെ ഒരു വിളക്ക്, വേറൊരു വിളക്ക്, ആ വിളക്കിന് വൈവിധ്യമാവാൻ പറ്റുമോ? കൂടെ വന്നില്ലേ നിങ്ങള്? ജീവനില്ലാത്തൊരു ശരീരത്തിന് വൈവിധ്യമാവാൻ പറ്റുമോ? ജീവനില്ലാത്ത വല്ലതിനും വൈവിധ്യത ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ ഈ വൈവിധ്യത ഉണ്ടാവണമെങ്കിൽ അതിൽ എന്ത് വേണം? ജീവൻ വേണം. ആ ജീവൻ തന്നെയാണ് ഈശ്വരത്വം. പക്ഷെ ഇപ്പൊ നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം നമ്മൾ ഈ ജീവനെ കാണുന്നത് പരിമിതികൾക്കുള്ളിലാണ്. ആ പരിമിതികൾക്കപ്പുറത്തേക്ക് നമുക്ക് ജീവനെ ഒന്ന് വികസിപ്പിക്കാൻ സാധിച്ചാൽ, ഇപ്പൊ നോക്കൂ, ഇതിനകത്തൊരു സ്പേസ് ഉണ്ട്. ഈ കെട്ടിന്റെ ഉള്ളിൽ ഒരു സ്പേസ് ഉണ്ട്. അവിടെയാണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് അല്ലേ? എന്നാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അനന്തമായ ആകാശത്തിന്റെ ഒരു ഭാഗമല്ലേ ഇത്? ആണോ അല്ലയോ? അനന്തമായ ഒരു ആകാശത്തിന്റെ ഭാഗമാണോ ഇത്? കൂടെ വരുന്നില്ല, ഉറക്കെ പറയണം. ആണോ അല്ലയോ? അപ്പൊ ഇവിടെ പരിമിതമാവാനും പറ്റും, അനന്തമാവാനും ഇതിന് പറ്റില്ലേ? ഈ കെട്ടുകളൊക്കെ അങ്ങോട്ട് അഴിച്ചു കഴിഞ്ഞാൽ അനന്തമാവില്ലേ? ആവുമോ ഇല്ലയോ? ഇതുപോലെ നമ്മുടെ ഉള്ളിൽ ചില പരിമിതികൾ വെച്ചിരിക്കുകയാണ്. ആ പരിമിതികൾക്ക് അപ്പുറത്തേക്ക് കടക്കാൻ സാധിച്ചാൽ, അതിനാണ് നാരായണ ഗുരുദേവൻ വാഴണം നിൻ മഹസാമാഴിയിൽ വാഴണം സുഖം എന്നൊക്കെ. നിങ്ങള് നാരായണ ഗുരുദേവന്റെ ആത്മോപനിഷത്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അറിയില്ല. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? പരയുടെ പാൽ നുകർന്ന ഭാഗ്യവാന്മാർക്ക് ഒരു നൂറ്റാണ്ട് അരനൊടി നിമിഷം പോലെ തോന്നുന്നതാണ്. എന്നാൽ അറിവ് അപരാപ്രകൃതിക്ക് വിധേയമായാൽ ഒരു നൂറ്റാണ്ട് അരനൊടി നിമിഷം പോലെ, ഒരു അരനൊടി നിമിഷം ഒരു നൂറ്റാണ്ട് പോലെ ആവുന്നതാണ്. അതായത് മനസ്സ് വളർന്നിട്ടില്ലെങ്കിൽ ജീവിതം കട്ടപ്പോകയാണ്, ബോറടിയാണ്, വിഷമമാണ്, പ്രശ്നമാണ്. എന്നാൽ മനസ്സ് വികസിക്കും തോറും ജീവിതം കടന്നു പോകുന്നത് അറിയില്ല, ആനന്ദമാണ്. അപ്പൊ മനസ്സിന്റെ വികാസം അത് സംഭവിക്കാൻ
നമ്മുടെ ഉള്ളിൽ വികസിപ്പിക്കാൻ കഴിയുന്ന ദൈവീക ശക്തി കൂടെ വന്നില്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ല? അതായത് ഇവിടെ വൈവിധ്യത ഉണ്ടല്ലോ, ഓരോരുത്തരും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തല്ലേ? ആണോ? ഈ വ്യത്യസ്തമാക്കാൻ സാധിക്കുന്ന ശക്തി ഒരു ബോധശക്തിക്കേ പറ്റുള്ളൂ. ഏതിനേ പറ്റുള്ളൂ? കാരണം ബോധത്തിന് മാത്രമേ ഓരോന്നിനും വേർതിരിച്ച് മനസ്സിലാക്കാൻ അവർക്ക് പറയൂ സാധിക്കുള്ളൂ. എങ്കിൽ നമ്മളിൽ ബോധമില്ലേ? ഉണ്ടോ? നമ്മളിലുള്ള ബോധം തന്നെയാണ് ഈശ്വരീയമായ ബോധം. പക്ഷെ ഇപ്പം നമ്മുടെ ബോധം പരിമിതമാണ്. അതുകൊണ്ട് അതിനെ ജീവാത്മാവെന്ന് വിളിക്കുന്നു. കുറച്ച് തപസ് ചെയ്താൽ ആ ബോധത്തെ നമുക്ക് വികസിപ്പിക്കാം. അപ്പൊ ഈ ബോധം എന്തായി? ഈശ്വരീയമായി, ദൈവീകമായി. വ്യക്തി തന്നെയാണ് ദൈവീകതയുള്ള വ്യക്തികളായി മാറുന്നത്. ആണോ? അല്ലയോ? അപ്പം ഈശ്വരൻ എന്ന് പറയുന്നത് ഒരിക്കലും എവിടെയല്ല, പുറത്തെവിടെയോ അല്ല. അതുകൊണ്ടാണ് നാരായണ ഗുരുദേവൻ എങ്ങോട്ട് നോക്കാൻ പറഞ്ഞത്? കണ്ണാടി പ്രതീക്ഷിച്ചത് എന്തിനാണ്? എങ്ങോട്ട് നോക്കാനാ പറഞ്ഞത്? കൂടെ വരുന്നില്ല നിങ്ങള്? അത് നമ്മൾ അനുസരിക്കില്ല. നോക്കൂ, നമ്മള് ഗുരുക്കന്മാര് പറഞ്ഞതൊന്നും പഠിക്കില്ല. എന്തോ പൊട്ടത്തരം കണ്ടും കേട്ടും പഠിച്ച് ജീവിക്കാണ്. നന്നാവാത്തത് കൊണ്ടാണ് ഹിന്ദുക്കള്. ഗൈഡ് ചെയ്യാൻ ആരുമില്ല. അതുകൊണ്ട് നമ്മൾ പൊട്ടന്മാരെ പോലെ ജീവിക്കുകയാണ്. ആണോ അല്ലയോ? കേൾക്കൂ, നിങ്ങൾ നിൽക്കട്ടെ. അപ്പൊ നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരല്ലേ? ആണോ? അങ്ങനെ വ്യത്യസ്തരാണെങ്കിൽ ഞാൻ മറ്റൊരാളെ പോലെ ആവാനാണോ വന്നത്? എന്നിലുള്ള സാധ്യതകളെ വികസിപ്പിക്കാനാണോ വന്നത്? ഉറക്കെ പറയൂ, നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? മറ്റുള്ളവരെ പോലെ പഠിക്കാനാണോ ഞാൻ വന്നത്? അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പഠിക്കലാണോ? ഉള്ളിലുള്ള കഴിവുകളെ ആവിഷ്കരിക്കലാണോ? എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ശരിക്കും എന്താണ് വിദ്യാഭ്യാസം? ഉള്ളിലുള്ള കഴിവുകളെ ആവിഷ്കരിക്കലാണ്. ആണോ അല്ലയോ? ഞാൻ പ്രഭാഷണം സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചതല്ല. അതെന്റെ ഉള്ളിലുള്ള കഴിവാണ്, അതിനെ വികസിപ്പിച്ചതാണ്. അപ്പൊ ഇങ്ങനെ കഴിവുകളെ വികസിപ്പിക്കുമ്പോഴല്ലേ ജീവിതമുള്ളത്? ആണോ? അതിന് പകരം എന്തായി? നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുക എന്നുള്ളതാക്കി. കുട്ടികളോട് പറയണം സത്യം, സ്കൂളിൽ പോയി പഠിക്കുകയേ ചെയ്യരുത്. പഠിക്കാനല്ല സ്കൂളിൽ പോകേണ്ടത്. കാരണം അത് ഓരോരുത്തരും ശ്രദ്ധിക്കുക നിങ്ങൾ, ഓരോരുത്തരും കണ്ടെത്തിയിരിക്കുന്ന ചില കണ്ടെത്തലുകളെ കുറിച്ചുള്ള അവരുടെ ചില സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇന്ന് ചില രാഷ്ട്രീയക്കാരൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് സ്കൂളിൽ പഠിപ്പിക്കണ സയൻസ് എന്നാണ്. അതല്ല സയൻസ് എന്ന് പറയണത്. സയൻസ് എന്ന് പറയുന്നത് അറ്റമില്ലാത്തതാണ്. ഫിസിക്സ് ഇനിയും ഡെവലപ്പ് ചെയ്യാനുണ്ട്. ഇനിയും ഡെവലപ്പ് ചെയ്യാനില്ല. ഇപ്പൊ കണ്ടെത്തിയതാണോ എല്ലാം? ഇനി പുതിയതൊന്നും കണ്ടെത്താനില്ലേ? എന്താ മിണ്ടാത്തത് നിങ്ങള്? ഇനി പുതിയതൊന്നും കണ്ടെത്താനില്ലേ? ഉണ്ടോ? ഇനി കണ്ടെത്താനുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് നമ്മളെ കുട്ടികളെ പ്രാപ്തരാക്കല്ലേ വേണ്ടത്? അതിന് ആരോ പണ്ട് കണ്ടെത്തിയത് ബൈഹാർട്ട് പഠിപ്പിക്കുകയാണോ വേണ്ടത്? അത് കേവലം കുട്ടികൾക്കുള്ളൊരു റെഫറൻസ് മാത്രമാണ്. ആണോ? ആ രീതിയിൽ നമ്മളെ കുട്ടികളെ വളർത്തിയെടുത്താലല്ലേ കുട്ടികൾ നന്നാവുള്ളൂ. കുട്ടികളോട് പറയണം സ്കൂളിൽ പോകുന്നത് പഠിക്കാനല്ല, പുതിയത് കണ്ടെത്താനാണ്. കാരണം നീ മറ്റുള്ള ഒരാളിൽ നിന്നും വ്യത്യസ്തനാണ്. വാസ്തവത്തിൽ നമ്മുടെ കുട്ടികളെ നശിപ്പിക്കുന്ന എന്താ അറിയോ? ഇന്നത്തെ വിദ്യാഭ്യാസമാണ്. ഞാൻ ഇതിനെ ടോട്ടലി എഗെയിൻസ്റ്റ് ആണ്. കാരണം 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടി എല്ലാവരും മാത്സിൽ ഒരുപോലെ ആവണമെന്നില്ല. പഠിക്കാൻ ആവുമോ? അപ്പൊ പഠിക്കാത്ത കുട്ടിക്ക് എപ്പോഴും തോന്നാവോ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്കെന്തോ കഴിവില്ല എന്നല്ല കോംപ്ലക്സ് വരിക. ആണോ അല്ലയോ? എല്ലാ കുട്ടികൾക്കും നിങ്ങൾ ചോദിച്ചൊക്കെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ എന്നാണ്. അപ്പൊ അവർക്ക് കഴിവില്ല എന്നുള്ള അപകർഷതാബോധം വരുത്തുന്നതിൽ സ്കൂളുകൾക്ക് പങ്കുണ്ടോ? എന്താ മിണ്ടാത്തത്? നിങ്ങൾ സത്യം പറയൂ. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. കുട്ടികളെ അങ്ങനെ അപകർഷതാബോധത്തിലാ വരുന്നത്. പിന്നെ ഇങ്ങനെ ഇത് സൂയിസൈഡ് ചെയ്യാതിരിക്കുക. ഇപ്പൊ ചെറുപ്പത്തിലെ ഇവരുടെ ഉള്ളിൽ ഡിപ്രഷൻ കയറ്റി വെക്കുകയാണ്. ഐ ആം നോട്ട് ക്വാളിഫൈഡ്, ഐ ആം നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് ഇന്റലിജന്റ്, എനിക്കിതിന് കഴിവില്ല, എനിക്കതിന് പ്രാപ്തിയില്ല, എനിക്കിതിന് കഴിവില്ല എന്നുള്ളത് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇത് ക്രിസ്ത്യൻ ഓറിയന്റഡ് എഡ്യൂക്കേഷനാണ്. ഇത് മിഷണറിമാരുണ്ടാക്കിയ എഡ്യൂക്കേഷനാണ്. നമ്മുടെ ഭാരതത്തിന്റെ പഴയ ചിരകാല വിദ്യാഭ്യാസം ഇതായിരുന്നില്ല. ഓരോരുത്തരെയും ഓരോ രീതിയിലാണ് വളർത്തിയെടുത്തത്. മനസ്സിലായില്ലേ? നാരായണ ഗുരുദേവന് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു. എല്ലാവരെയും അദ്ദേഹം പ്രഭാഷകന്മാരാക്കിയില്ല. ചിലവരെ പൂജാതി കർമ്മങ്ങൾക്ക് അദ്ദേഹം നിയോഗിച്ചത്, ചിലരെ മറ്റു കാര്യങ്ങൾക്ക് അദ്ദേഹം നിയോഗിച്ചത്. ആണോ? പല കാര്യങ്ങൾ. കാരണം ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ചിട്ട് വേണം അവരെ വളർത്തിയെടുക്കാൻ. ഓരോരുത്തർക്കും ഇവിടെ പലതും ചെയ്യാൻ ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ തന്നെ നോക്കാം, 5 വിരലുകൾ. ഇതെല്ലാം ഒരുപോലെ ആയിരുന്നെങ്കിൽ എങ്ങനെയുണ്ടാവും? ഈ 5 വിരൽ ഒരുപോലെ ഉണ്ടായിരുന്നു. എല്ലാം തള്ളവിരൽ, ഈ ചൂണ്ടുവിരൽ, നടുവിരലൊക്കെ തള്ളവിരൽ പോലെ ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? നിങ്ങൾ പണി തീർന്നിട്ടുണ്ടാവും. നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും വ്യത്യസ്തമല്ലേ? ഇതെല്ലാം വൈവിധ്യമായി നിന്നാലല്ലേ ഇവിടെ നിലനിൽപ്പുള്ളൂ. ഇതുപോലെ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. നാം ഇവിടെ വന്നിരിക്കുന്നത് ആരെയോ അനുകരിക്കാനോ ആരോടോ മത്സരിക്കാനോ
നമുക്ക് പലതും കഴിവില്ല എന്നുള്ള ഒരു തരം കോംപ്ലക്സിൽ ജീവിക്കാനോ അല്ല. നമ്മളിൽ ഒരു ദൈവീകമായ വ്യത്യസ്തമായ ശക്തിയും കഴിവും ഉള്ളിലുണ്ട്. എല്ലാവരെയും അങ്ങനെയാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്. ആണോ അല്ലയോ? അതിന്റെ തെളിവല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും തമ്പ്രിന്റ് മറ്റൊരാളിൽ നിന്നും അവർക്ക് പറയൂ നിങ്ങള് വ്യത്യസ്തമായി. ഇത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? വേണോ വേണ്ടയോ? ഇതാണ് കൗൺസിലിംഗ്. ഇപ്പൊ കുട്ടികളുടെ ഉള്ളിൽ നിന്ന് ചെറുപ്പത്തിലെ അപകർഷതാബോധം മാറ്റി, എനിക്ക് കഴിവുണ്ട്, എനിക്ക് പലതും ചെയ്യാൻ സാധിക്കും, എൻ്റെ ഉള്ളിൽ അത് ശക്തിയുണ്ട്, എനിക്ക് പലതിനെയും നേരിടാൻ സാധിക്കും, എനിക്ക് മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ബോധം വരുന്ന ഒരാൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടതായി വരില്ല. എന്തുകൊണ്ടാണ് ഹിന്ദു സമൂഹത്തിൽ ആത്മഹത്യ? നിങ്ങൾ നോക്കൂ, ഇത്രയും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളത്തിലാണ് ആത്മഹത്യ. ഇന്നലെ രാവിലെ പത്രം വായിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണൂർ ജില്ലയിലുള്ള ഒരു കപ്പിൾസാണ് അബുദാബിയിൽ ഞരമ്പ് മുറിച്ച് 2 മരിച്ചത്. വായിച്ചു അറിയില്ലേ നിങ്ങൾ പത്രം? ദിവസം വായിച്ചു നോക്കൂ നിങ്ങൾ. ഏതെങ്കിലും ഒരു ദിവസം ആത്മഹത്യ ഇല്ലാത്ത ദിവസങ്ങളുണ്ടോ? വിദ്യാഭ്യാസമുള്ളവരല്ലേ ആത്മഹത്യ ചെയ്യുന്നത്? എന്താ ഒന്നും മിണ്ടാത്തത്? ഒരു വശത്ത് പ്രണയം തലയ്ക്ക് കയറി വീട്ടിൽ ചെന്നിട്ട് പെണ്ണിനെ കുത്തിക്കൊല്ലുന്ന അവസ്ഥ, അതും ഈ കണ്ണൂരിലുണ്ട്. ഉണ്ടോ? പറയൂ നിങ്ങൾ. എന്തേ ഇത്ര അധികം നമ്മുടെ കേരളം അപകടത്തിലേക്ക് പോയത്? കാരണം നമ്മുടെ ഹിന്ദു സംസ്കൃതിയിൽ മാത്രം ആത്മീയത അത് പഠിപ്പിക്കാൻ സംവിധാനം ഉണ്ടാക്കിയില്ല. നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ ഗവൺമെന്റുകളോട് എന്തേ ജനങ്ങൾക്ക് ഇത്ര വിരോധം വന്നത്? അവർ മുസ്ലിം സമുദായത്തിന് അവരുടെ ഖുറാനും മറ്റും പഠിപ്പിക്കാൻ സംവിധാനം ഉണ്ടാക്കി. ഏത് രാഷ്ട്രീയമായാലും അവരെല്ലാം അവരുടെ ഖുറാൻ പഠിപ്പിക്കാൻ കുട്ടികളെ പറഞ്ഞയക്കുന്നുണ്ട്. ഉണ്ടോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ഉണ്ടോ ഇല്ലയോ? കണ്ണുകൊണ്ട് കാണുന്നില്ലേ? രാവിലെ തന്നെ കുട്ടികൾ അവരുടെ ഖുറാൻ പഠിക്കാൻ വേണ്ടി പോകുന്ന കാഴ്ചകൾ കാണുന്നില്ലേ നിങ്ങൾ? ഇനി ക്രിസ്ത്യൻ സമുദായമാണെങ്കിൽ അവരും അവരുടെ കുട്ടികളെ ബൈബിൾ പഠിപ്പിക്കാൻ സംവിധാനം ഒരുക്കുന്നുണ്ട്. ഉണ്ടോ? എന്നാൽ ഹിന്ദു സമൂഹത്തിന്റെ ക്ഷേത്രങ്ങൾ ഭരിച്ചിട്ടും ഹിന്ദു സമൂഹത്തിന് ഒരു ഗ്രന്ഥം പഠിപ്പിച്ചു കൊടുക്കാൻ ഇവിടുത്തെ ഗവൺമെന്റുകൾ മുന്നോട്ട് വന്നില്ല. അതെന്തെങ്കിലും ഹിന്ദുക്കൾ തിരിച്ചറിയാതിരിക്കോ? ഹിന്ദുക്കൾക്കും ഒരു അവബോധം വരില്ലേ? ഹിന്ദുക്കൾക്ക് ഒരു സത്വം ഉണരില്ലേ? ഉണ്ടോ? കാരണം നമ്മുടെ തലമുറകൾ ആത്മഹത്യ ചെയ്യുന്നു, നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നം വരുന്നു, കുടുംബങ്ങൾ ഡൈവേഴ്സായി പോകുന്നു, തമ്മിൽ തെറ്റുന്നു, കുറച്ച് പണം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അല്ലെങ്കിൽ ബിസിനസ് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു, കുടുംബത്തിന് മൊത്തം വിഷം കൊടുത്ത് മരിക്കുന്നു. ഉണ്ടോ? കാണുന്നില്ല ഈ ക്രൂരത? കുഞ്ഞുങ്ങൾക്ക് പോലും വിഷം കൊടുത്തുകൊണ്ട്. ഈ കണ്ണൂരിലാണോ അറിയില്ല, കാലിക്കറ്റിലാണോ അറിയില്ല, കംപ്ലീറ്റ് A+ കിട്ടിയിട്ട് ജയിച്ചൊരു കുട്ടി, നിങ്ങൾ പത്രം വായിച്ചോ അറിയില്ല, പാവം ആഘോഷിക്കാൻ ആ കുട്ടി ഉണ്ടായില്ല. അച്ഛനപ്പോഴേക്കും അതിനെ കൊന്നു കഴിഞ്ഞിരുന്നു. അച്ഛൻ്റെ ബിസിനസ് ലോസ് കാരണം. ആരെയും വായിച്ചു ഈ വാർത്ത? വായിച്ചില്ല? വായിക്കരുത് കേട്ടോ, ഇങ്ങനത്തെ ഒന്നും വാർത്ത വായിക്കരുത്. നാളെ നമ്മുടെ കുട്ടികളാണ് ഇരകളാവുന്ന നിങ്ങൾക്ക് വല്ലതും ഉണ്ടോ? അറിയുന്നു? നാളെ നിങ്ങളുടെ പെൺകുട്ടികൾക്ക് എന്ത് സുരക്ഷിതത്വമുണ്ട്? ഇതുപോലുള്ള അപകടങ്ങളിൽ ചെന്ന് പെടുന്ന ഒരു ഭർത്താവാണെങ്കിൽ അവൻ വിഷം കൊടുക്കില്ല എന്നുള്ളതിന് എന്ത് ഉറപ്പുണ്ട്? അവൻ ഞരമ്പ് മുറിക്കില്ല എന്നുള്ളതിന് എന്ത് ഉറപ്പുണ്ട്? നിങ്ങളൊരു അന്ധതയിൽ ജീവിക്കുകയാണ്. ഈ രാഷ്ട്രീയക്കാരുടെ അന്ധത നമുക്കുണ്ടാവരുത്. അവരോ ഒരു അന്ധതയിൽ പോയിട്ട് എല്ലാം നശിപ്പിച്ച് അവസാനം അവർക്കെന്ത് നഷ്ടപ്പെടാൻ? നോക്കൂ, ഈ രാഷ്ട്രീയക്കാരുടെ ഒക്കെ മക്കളൊക്കെ നല്ല രീതിയിലായി മാറി ചിത്രമേ ഉള്ളൂ. ഈ പാവം കൊടി പിടിച്ചവനാണ് കൊടിയും ശീലിച്ച് അവസാനം വടിയായി പോകുന്നത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഞാൻ യാത്ര ചെയ്യുന്ന ആളാണ്, എനിക്കറിയാം. പലപ്പോഴും എൻ്റെ വിമാനങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നത് പലപ്പോഴും പരിചയപ്പെടുന്നത് ഇന്ന രാഷ്ട്രീയ നേതാവിൻ്റെ മകനാണ്, ഇന്ന രാഷ്ട്രീയ നേതാവിൻ്റെ മകനാണ്, ഇന്ന രാഷ്ട്രീയ, അവരൊക്കെ വലിയ വലിയ പൊസിഷനിലേക്ക് പോകുന്നു. ഈ പാവം ജനങ്ങൾ അവരെ ചൂഷണം ചെയ്ത് അവരെ രാഷ്ട്രീയത്തിൻ്റെ അന്ധതയും പരിശീലിപ്പിച്ച്. ഞാൻ ഒരു രാഷ്ട്രീയത്തിനെതിരല്ല. മനുഷ്യനെ നന്നാക്കുന്ന വികസിപ്പിക്കുന്ന രാഷ്ട്രീയമെല്ലാം നല്ലതാണ്. ആണോ അല്ലയോ? പക്ഷെ നമ്മൾ കണ്ടെടുത്തോളം ഹിന്ദു സമൂഹം താഴോട്ട് പോകുന്നതാണ് കാണുന്നത്. ശരിയാണോ? അത് പത്രം വായിച്ചാൽ പോരെ? ആത്മഹത്യകൾ നമ്മുടെ ഇടയിലല്ലേ കൂടുതൽ? ആണോ? എന്താ മിണ്ടാത്തത് നിങ്ങൾ? നമ്മുടെ കുട്ടികൾക്ക് നാളെ എന്ത് സുരക്ഷിതത്വമുണ്ട്? സ്വയം ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. എന്ത് സുരക്ഷിതത്വമുണ്ട് നാളെ കുട്ടികൾക്ക്? നിങ്ങൾ ഇത്രയും വിദ്യാഭ്യാസമൊക്കെ പഠിപ്പിച്ച് കുട്ടികളെ പറഞ്ഞയക്കുന്നു. ഇന്നിപ്പോൾ ഡോക്ടർ ആയാൽ പോലും രക്ഷയില്ലാത്ത കാലമാണ്. ആണോ? ഡോക്ടർ ആയാൽ പോലും ഒരു പെൺകുട്ടി ഡോക്ടറെ കുത്തിക്കൊന്ന് കണ്ടില്ലേ നിങ്ങൾ? അത്രയും ഭ്രാന്തന്മാരുടെ കയ്യിൽ കിട്ടിയ ജീവിതം തീർക്കാവുന്നതേ ഉള്ളൂ എന്ന്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ജീവിതത്തെ നേരിടാനുള്ള ശക്തിയും സ്വന്തം ജീവിതത്തിൽ അപകർഷതാബോധത്തിൽ വീണുപോവാതെ, ഞാനിവിടെ വന്നിരിക്കുന്നത് പരാജയപ്പെടാനല്ല, ഞാൻ എന്തോ പഠിക്കാനല്ല, ഞാൻ എന്നിലുള്ള കഴിവുകളെ ആവിഷ്കരിക്കാൻ വന്നിരിക്കുകയാണ്. ആണോ? ആ കഴിവിനെ ഞാൻ കണ്ടെത്തണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ചില സാധനകൾ ചെയ്യേണ്ടതുണ്ട്. എന്താണ്? ഏത് കാര്യങ്ങളും നമുക്ക് വികസിപ്പിച്ചെടുക്കണമെങ്കിൽ, വളർത്തിയെടുക്കണമെങ്കിൽ അതിന് ചില സാധനകൾ വേണം. ഇപ്പൊ സംഗീതം ഉള്ളിൽ നിന്ന് വളരണമെങ്കിൽ സംഗീത സാധന വേണം. നീന്തൽ പഠിക്കണമെങ്കിൽ അതിനൊരു സാധന വേണം. നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ ഡ്രൈവിംഗ് ഒരു ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് വേണം. വേണോ വേണ്ടയോ? ഡ്രൈവിംഗ് ടെസ്റ്റിന് നിങ്ങൾ പോകണം. അതുപോലെ അവനവൻ്റെ ഉള്ള കഴിവ്
ശക്തി, മറ്റുള്ളവരെ ഉയർത്താനുള്ള ഒരു വികസിതമായ മനസ്സ്, ഒരു വിശാല മനസ്സ് ഇതുണ്ടാവണ്ടേ കുട്ടികൾക്ക്? കൂടെ വന്നില്ല നിങ്ങൾ. മറ്റൊരാളെ തളർത്തുന്ന മനസ്സല്ല, മറ്റൊരാളെ പറയൂ കൈപിടിച്ചുയർത്തുന്ന ഒരു മനസ്സ് നമ്മുടെ കുട്ടികൾക്ക് വേണോ വേണ്ടയോ? അപ്പൊ അതിലാദ്യമായി വേണ്ടത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. അതായത് ചുമരുണ്ടെങ്കിലേ പണ്ടുള്ളവർ പറയാറുണ്ട് എന്ത് എഴുതാൻ പറ്റുള്ളൂ. ഇതുപോലെ നമുക്ക് ശരീരമുണ്ടെങ്കിലേ, നമുക്ക് ആരോഗ്യമുണ്ടെങ്കിലേ ജീവിതമുള്ളൂ. സത്യത്തിൽ ഇന്ന് ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളവർ എത്ര പേരുണ്ട്? 10ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളവർ? ഈ 10ാം ക്ലാസ് വിദ്യാഭ്യാസം നമ്മൾ ബയോളജിയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് കേരളം വളരെ പ്രബുദ്ധ നാടാണ്. ഞാൻ ചോദിക്കട്ടെ, ആരോഗ്യം എന്നതിന്റെ നിർവചനം എന്താണ്? ആരോഗ്യമുള്ളൊരു ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അല്ല, നിങ്ങളൊക്കെ പഠിച്ചവരല്ല, അതുകൊണ്ട് ചോദിക്കുന്നത് മാത്രം. എന്താണ് ആരോഗ്യമുള്ള ശരീരം എന്ന് പറഞ്ഞാൽ? രോഗമില്ലാത്ത അവസ്ഥ. നോക്കൂ, എന്ത് പൊട്ടത്തരങ്ങളാണ് നമ്മൾ തലയിൽ കയറ്റി വെച്ചത്. രോഗമില്ലാത്തൊരവസ്ഥ വരുമോ? രോഗമില്ലാത്തൊരവസ്ഥ വരുമോ? വിഡ്ഢികളല്ലേ നമ്മള്? കോവിഡ് വന്നില്ല. ഇനി ഏതെല്ലാം വൈറസുകൾ കാത്തിരിക്കണോ? നമ്മൾ രോഗമില്ലാത്ത അവസ്ഥയാണോ ആരോഗ്യം? ആണോ? ഇതൊക്കെയാണ് നമ്മളെ പൊട്ടത്തരം. അതാണ് നമ്മൾ വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം അല്ല വേണ്ടിയിരുന്നത്. സ്കൂളിൽ ഇതല്ല പഠിപ്പിക്കേണ്ടിയിരുന്നത്. ഇന്നിപ്പോ നോക്കൂ, ഈ പ്രാവശ്യം സ്കൂൾ തുറന്നപ്പോൾ പൊതുവെ വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്തെങ്കിലുമൊക്കെ വിഡ്ഢിത്തരം പറയാറ്. ഈ പ്രാവശ്യം ആദ്യം തന്നെ നിങ്ങൾ നോക്കൂ, സർക്കുലർ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ഇറക്കിയ സർക്കുലറാണ്. എനിക്ക് അത്ഭുതമായി, ആദ്യമായിട്ടാണ് കാണുന്നത്. കുട്ടികളെ കൊണ്ട് ചുടുവെള്ളം കുടിപ്പിക്കാവൂ, കുട്ടികളെ കൊണ്ട് അതേ ചെയ്യിക്കാവൂ, കുട്ടികൾക്ക് പുറത്തുനിന്നും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കരുത്. കാരണം പല പകർച്ചവ്യാധികൾ, എസ്പെഷ്യലി കോട്ടയം, ആലപ്പുഴ ഭാഗങ്ങളിലൊക്കെ പക്ഷിപ്പനി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വ്യാപിക്കുന്നത് നിങ്ങൾക്കറിയാം. ഇതുപോലെ വെള്ളത്തിൽ നിന്നാണ് പല രോഗങ്ങളും വരെ. കുട്ടികൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കാൻ നോക്കണം തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും. ഇതൊക്കെ സർക്കുലർ വായിച്ചു നിങ്ങൾ ആരെങ്കിലും? ആര് പത്രം നോക്കണു? ഇതൊന്നും കണ്ടതേ ഇല്ലേ നിങ്ങൾ? ആരും കണ്ടില്ല? എത്ര പേര് കണ്ടു? വിദ്യാഭ്യാസ മന്ത്രി ഇറക്കിയ സർക്കുലർ കണ്ടല്ലോ നിങ്ങൾ? അപ്പൊ ഇതെന്ന് തന്നെ മനസ്സിലാക്കാലോ, നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് പ്രതിരോധ ശക്തി വളരെ, സമ്മതിക്കൂ നിങ്ങൾ? അപ്പൊ ആരോഗ്യമുള്ള ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന ശരീരം, അല്ലെങ്കിൽ പ്രതിരോധമുള്ള ശരീരം. അതല്ലേ? രോഗം വരാത്ത ശരീരമാണോ? രോഗത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ള ശരീരമാണോ? ഏതാ ശരി? ഉറക്കെ പറയൂ നിങ്ങൾ. രോഗത്തെ പ്രതിരോധിക്കണം, വേണ്ടേ? രോഗത്തെ പ്രതിരോധിക്കാൻ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? നമ്മളൊന്നും പഠിച്ചിട്ടില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊക്കെ വളർന്നു വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് മാരക രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള ചുറ്റുപാടിലാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമുക്ക് വീടുകളിലൊക്കെ ഇന്നിപ്പോ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ എങ്കിലും കൊതുകിന്റെ ഇല്ലേ, കൊതുക് വളർത്ത കേന്ദ്രമാണ് കണ്ണൂർ നല്ലോണം, ആണോ? അതേപോലെ തന്നെ പല പല അപകടങ്ങൾ, കള്ളന്മാര് വീട് കയറി മോഷ്ടിക്കുക, അതൊക്കെ ഉണ്ടല്ലോ, ഇപ്പം ഉണ്ടോ? അതുകൊണ്ട് മിക്കവാറും വീടിന്റെ ജനവാതിലും ഒക്കെ വാതിലും കുറ്റിയിട്ടിട്ടല്ലേ ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത്? എന്താ ഒന്നും മിണ്ടാത്തത്? ആണോ? ഈ വീടൊക്കെ കുറ്റിയിട്ട് അടച്ച് അതിൻ്റെ അകത്ത് ഗ്യാസ് കത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ വീട്ടിൻ്റെ ഉള്ളിൽ നിങ്ങൾ അറിയുന്നുണ്ടോ ഓക്സിജൻ ലെവൽ വളരെ കുറഞ്ഞു വരികയാണെന്ന്? അറിയോ നിങ്ങൾക്ക്? രാവിലെ തന്നെ രാത്രി വീട്ടിൻ്റെ അകത്ത് ഇതൊക്കെ കത്തിച്ച് കുട്ടികൾ അവിടുന്ന് ശ്വസിച്ച് അതിനെ ഓട്ടോറിക്ഷയിൽ കയറ്റി ആ റോട്ടിൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണോ ഓക്സിജൻ ആണോ? പറയൂ, നിങ്ങൾ സത്യം പറയൂ. കാർബൺ. അത് കഴിഞ്ഞ് ക്ലാസ് റൂമിൽ, നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ലാസ് റൂമിൽ കുട്ടികൾ ഇരിക്കുമ്പോൾ അവിടെ ഓക്സിജൻ ലെവലാണോ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണോ? പറയൂ. അപ്പൊ ചെറുപ്പത്തിൽ തന്നെ രക്തത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്തോറും, നിങ്ങൾക്കറിയോ ഈ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചതിന് കാരണം അവരുടെ ശരീരത്തിൽ ഓക്സിജൻ ലെവൽ വളരെ, അതുകൊണ്ടാണ് ഓക്സോമീറ്റർ എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ കയ്യിൽ വെച്ച് ടെസ്റ്റ് ചെയ്തിരുന്നു. ഉണ്ടോ? കണ്ടു അത്? അപ്പൊ ഈ ഓക്സിജൻ ലെവൽ കുറയും തോറും പ്രതിരോധ ശക്തി എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? കൂടുതലാണോ കുറവാണോ? കുറവാണ്. അപ്പൊ ഈ കുട്ടികളൊക്കെ വളർന്നു വരും തോറും നിങ്ങൾ നോക്കൂ, വിദ്യാഭ്യാസം ഉണ്ടാവും, ഏതുണ്ടാവില്ല? ഇവിടെ വന്നില്ല. ഏതുണ്ടാവില്ല? ആരോഗ്യമുണ്ടാവില്ല. ഇപ്പൊ നോക്കൂ നിങ്ങൾ, പെൺകുട്ടികളൊക്കെ PCOD പ്രശ്നങ്ങള്, ആൺകുട്ടികളായാലും സ്കൂളിലൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഇതാ വരുന്നത്, ആണോ? മിക്കവാറും ചിക്കൻ ബോക്സ് ഒക്കെ എവിടുന്നാ വരുന്നത്? കുട്ടികളിലൂടെ സ്കൂളിൽ നിന്നാണ് വരുന്നത്, ആണോ? പെട്ടെന്ന് പകർച്ചവ്യാധികൾ വരുന്നു. ഇന്ന് കുട്ടികളുടെ രോഗം കൂടുതലാണോ കുറവാണോ? ഉറക്കെ പറയൂ നിങ്ങൾ. നിങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഇത്ര ആശുപത്രിയിൽ പോയിട്ടുണ്ടോ?
ഇന്ന് കുട്ടികളെ കൊണ്ട് കൂടുതൽ ആശുപത്രി പോകുന്ന കാലമല്ലേ? എന്താ മിണ്ടാത്തത് നിങ്ങൾ? അപ്പൊ ഇതിനെന്താ ഒരു പരിഹാരം? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുട്ടികളെ പറഞ്ഞ് പരിശീലിപ്പിക്കണം. കാലത്ത് നേരത്തെ എണീറ്റ് ശീലിക്കണം. കാരണം എന്താണ്? പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മുട്ടുകളൊക്കെ വിരിയുന്നത് എപ്പോഴാണ്? സൂര്യോദയത്തിന് മുമ്പാണ്, ആണോ? ആ സമയത്ത് എണീക്കാനാണ് നമ്മുടെ പൂർവികരൊക്കെ പറഞ്ഞിരിക്കുന്നത്. നാരായണ ഗുരുദേവനും പറഞ്ഞിരിക്കുന്ന ചില ശീലങ്ങൾ കൊണ്ടു നടക്കണം എന്നാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കുന്ന ശീലങ്ങൾ വേണമെന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. കേട്ടിട്ടുണ്ടോ ഇതൊക്കെ? നമ്മുടെ വീടുകളിൽ നിന്ന് കുട്ടികൾ വൈകിയല്ലേ എണീക്കുന്നത്, ആണോ? രാത്രി 8-10 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന വീടുകളുണ്ട്, ഉണ്ടോ? അമ്മമാര് കൊടുക്കുന്ന വീടുകളുണ്ട്. ഇതൊക്കെ എന്ത് തെറ്റായിട്ടാണ് നിങ്ങൾ കുട്ടികളെ വളർത്തുന്നത്? 10 മണിക്കൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതം തകർന്നു. ഒരു 8 മണിക്കൊക്കെ 9 മണിക്കെങ്കിലും കഴിച്ച് ഒരു 10 മണിയാകുമ്പോഴേക്കും കുട്ടികൾ കിടന്നുറങ്ങണം. മൊബൈലൊക്കെ മാറ്റി വെക്കണം. കുറച്ച് കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആവണം. നിങ്ങൾ രാവിലെ ഒരു 5-5:30 ആകുമ്പോഴേക്കും എവിടെ കൊണ്ടുവരണം? ക്ഷേത്രങ്ങളിൽ കൊണ്ടുവരണം. അതെന്താ ക്ഷേത്രങ്ങളിൽ കൊണ്ടുവരേണ്ടത്? അത് ശീലിച്ചെടുക്കണം നിങ്ങൾ കുട്ടികളെ. നാളെ ഈ കുട്ടികൾക്ക് പ്രതിരോധ ശക്തി വരണമെങ്കിൽ നോക്കൂ, നമ്മുടെ ക്ഷേത്രങ്ങളുടെയൊക്കെ പ്രത്യേകത മറ്റ് പള്ളികൾക്ക് പോലും ഇല്ലാത്തൊരു കാര്യമാണ് പൂർവികർ ഭാവന ചെയ്തത്. ഏത് ക്ഷേത്രമായാലും ഒരു ആൽവൃക്ഷം ഉണ്ടാവില്ലേ? ഉണ്ടാവൂല്ലയോ? ആ ആൽവൃക്ഷമൊക്കെ എന്തിനാ വെച്ചിരിക്കുന്നത്? ആൽവൃക്ഷത്തിന്റെ ഇല എപ്പോഴും കണ്ടിട്ടില്ലേ? ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ ആ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ അവിടെ നിന്ന് നീക്കി ആൽവൃക്ഷത്തിൽ നിന്ന് എന്താ പുറത്തേക്ക് വരിക? ആ ഇലയിൽ നിന്ന് എന്താ വരിക? അവിടെ ഓക്സിജൻ കൂടുതലായിരിക്കും. രാവിലെ തന്നെ കുട്ടികൾ അമ്പലത്തിൽ വന്ന് കുറച്ചൊരു 10 പ്രാവശ്യം പ്രദക്ഷിണം വെക്കട്ടെ. നിങ്ങൾക്ക് നോക്കാം, ഒരു അലർജിയോ ഒരു ആരോഗ്യ പ്രശ്നങ്ങളോ കുട്ടികളിൽ ഉണ്ടാവില്ല. കാരണം ബ്ലഡിൽ pH കൂടിക്കഴിഞ്ഞാൽ, ഓക്സിജൻ ലെവൽ കൂടിക്കഴിഞ്ഞാൽ പ്രതിരോധം വളരെ കൂടുതലായിരിക്കും. ബ്ലഡിൽ ഓക്സിജൻ ലെവൽ കുറയുമ്പോഴാണ്, ബ്ലഡിന്റെ ഇമ്മ്യൂണിറ്റി വീക്കാവുമ്പോഴാണ് അത് പെട്ടെന്ന് രോഗാണുക്കളെ അബ്സോർബ് ചെയ്യുന്നതും ശരീരത്തിൽ പിന്നീട് അത് ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ട് അതാണ് കുട്ടികൾക്ക് പനി വരുന്നത്. ന്യൂമോണിയയുടെ പ്രിലിമിനറി സ്റ്റേജ്, പിന്നെ അത് ഫ്ലൂയിഡ് കംപ്ലീറ്റ് നിറഞ്ഞ് മ്യൂക്കസ് നിറഞ്ഞ് കംപ്ലീറ്റ് പ്ലം നിറഞ്ഞ് എന്താണ് ലങ്സൊക്കെ കഫമൊക്കെ കിട്ടി, ഉണ്ടോ ഇല്ലയോ? ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ. ഇതൊക്കെ തുടക്കം എന്ന് വെച്ചാൽ ബ്ലഡിൽ ഓക്സിജൻ ലെവൽ കുറയുമ്പോഴാണ്. അതിനാണ് പൂർവികർ പറഞ്ഞത് കാലത്തെഴുന്നേറ്റ് എവിടെ പോണം? എന്താ മിണ്ടാത്തത് നിങ്ങൾ? ബ്രാഹ്മേ മുഹൂർത്തവുത്തായ, രാവിലെ എന്ത് ചെയ്യണം? ശ്രീരാമസ്വാമിയോട് അദ്ദേഹത്തിന്റെ ഗുരു വിശ്വാമിത്ര മഹർഷി പറഞ്ഞു കൊടുക്കുന്ന വരികളാണ്. കൗസല്യ സുപ്രജാ രാമ പൂർവാ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമന്വിതം. കേട്ടിട്ടുണ്ടോ? അമ്പലത്തിൽ നിന്ന് കേട്ടുന്ന കൂർക്കം വലിച്ച് കിടന്നുറങ്ങും ചെയ്യും. രാമനോട് എന്താ പറയണത്? പൂർവാസന്ധ്യ പ്രവർത്തതേ, പൂർവ കിഴക്ക് സൂര്യൻ ഉദിക്കുകയാണ്. ഉത്തിഷ്ഠ രാമ, എന്ത് ചെയ്യണം? എഴുന്നേൽക്കൂ, നിന്റെ ദൈവികമായ കർത്തവ്യങ്ങൾ ആരംഭിക്കൂ. നിന്റെ ശക്തി ഉണരട്ടെ, നിന്റെ കഴിവുകൾ ഉണരട്ടെ. നിന്നെ പ്രാപ്തനാക്കാൻ ഏറ്റവും വലിയ ശ്രേഷ്ഠനാക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണത്. കാലത്തെണീറ്റ് കൊണ്ടുള്ള ആചരണങ്ങൾ. ഏത് ക്ഷേത്രത്തിലും കാലത്ത് അമ്പലം നട തുറക്കില്ലേ? ഉണ്ടോ ഇല്ലയോ? നമ്മുടെ കുട്ടികൾ ഒരു മരിക്കുന്നത് വരെ ആരോഗ്യത്തോടെ ജീവിക്കണം നിങ്ങൾ ആഗ്രഹിക്കണ്ടോ? ഉണ്ടോ ഇല്ലയോ? പ്രതിരോധമുള്ള കുട്ടികളല്ലെങ്കിൽ വയസ്സ് മുന്നോട്ട് പോവില്ല. ചുമരില്ലെങ്കിൽ എഴുതാൻ പറ്റില്ല. വെറുതെ കുറെ സ്കൂൾ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് മാത്രം ജീവിതമാവില്ല. ആരോഗ്യം വേണ്ട? എന്താ മിണ്ടാത്തത് നിങ്ങൾ? സ്കൂൾ വിദ്യാഭ്യാസത്തിന് ആരോഗ്യം തരാൻ പറ്റുമോ? സ്കൂൾ വിദ്യാഭ്യാസത്തിന് ആരോഗ്യം തരാൻ പറ്റുമോ? ചോദ്യത്തിന് ഉത്തരം തരുമോ? അതിന് നമ്മൾ മെനക്കെടേണ്ടതില്ലേ? ഇന്നിപ്പം ഡോക്ടർമാരെന്താ പറയുന്നത് പേഷ്യന്റിനോട്? ഷുഗർ കുറയണമെങ്കിൽ, ക്രിയാറ്റിൻ ലെവൽ കൂടണമെങ്കിൽ കാലത്ത് എണീറ്റ് നടക്കും മാഷേ, ആദ്യം എന്നിട്ടല്ലേ മരുന്ന് കഴിക്കലെന്ന്. ആദ്യം നടക്കാനാ പറയണത്, ആണോ? നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റും, അല്ലാതെ മരുന്ന് കഴിച്ചിട്ടല്ല രോഗം മാറ്റേണ്ടത്. ഈ മരുന്നൊക്കെ കഴിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ശരീരം അതിനനുസരിച്ച് പ്രവർത്തിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ കാലത്തെണീറ്റ് കുട്ടികളെയും കൊണ്ട് എവിടെ പോണം? അമ്പലത്തിൽ പോണം. രാവിലെ നിങ്ങൾക്കറിയോ, സൂര്യോദയ സമയത്ത് നമ്മുടെ ശരീരത്തിൽ സൂര്യനിൽ നിന്ന് കിട്ടുന്ന ഒരു വൈറ്റമിൻ ഉണ്ട്, ഏറ്റവും വിശിഷ്ടപ്പെട്ട വിശേഷമായത്. രോഗത്തിന്, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്തൊക്കെ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി അത് കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അന്ന് വളരെയധികം ഓർമ്മിപ്പിക്കണ്ടായി. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതൊക്കെ കിട്ടുന്നത് കാലത്ത് രാവിലത്തെ സമയമാണെങ്കിൽ കാലത്ത് എണീക്കണ്ടേ? എന്താ ഒന്നും മിണ്ടാത്തത്?
നമ്മൾ അങ്ങനെ ശീലിച്ചു, നമ്മൾ അങ്ങനെ അലസരായിപ്പോയി. നാരായണ ഗുരുദേവൻ അതാ പറഞ്ഞത്, സംഘടിക്കുവിൻ ശക്തരാകുവിൻ. നമ്മൾ സംഘടിക്കുന്നില്ല, നമ്മൾ ശക്തരാവുന്നില്ല, നമ്മൾ ദുർബലരായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെ നമ്മൾ നന്നാവുക? നമ്മളിപ്പോൾ സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരാണ്, എന്നിട്ട് അവര് ശക്തരാവുകയാണ്, നമ്മൾ ദുർബലരാവുകയാണ്. എന്താ ഒന്നും മിണ്ടാത്തത്? അവരെ കുടുംബം ശക്തരാവുണ്ട്, നമ്മള് ദുർബലരായിക്കൊണ്ടിരിക്കുകയാണ്. ശരിയാണോ? എന്താ മിണ്ടാത്തത് നിങ്ങൾ? പലർക്കും തുറന്നു പറയാനൊരു പേടി. കണ്ണൂരായതുകൊണ്ടാണോ അറിയില്ല. ഒരു ധൈര്യം വേണ്ട ജീവിതത്തിൽ, വേണ്ടേ? നമ്മൾ ആർക്കും എതിരല്ല. നോക്കൂ, നമ്മൾ ഒരു രാഷ്ട്രീയത്തിനെതിരല്ല. രാഷ്ട്രീയം രാഷ്ട്രത്തിനാണ്. മനുഷ്യനെ നന്നാക്കുന്നില്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയം കൊണ്ട് എന്താ ഗുണമുള്ളത്? ആത്മീയത കൊണ്ട് മനുഷ്യൻ നന്നാവില്ലെങ്കിൽ പിന്നെ ആത്മീയത കൊണ്ട് എന്താ ഗുണമുള്ളത്? എനിക്ക് ഈ ആത്മീയത കൊണ്ട് ഗുണമില്ലെങ്കിൽ പിന്നെ ഞാനിത് കൊണ്ട് നടക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അപ്പൊ നമുക്കതുകൊണ്ട് ഗുണം വേണോ? അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ എപ്പോ പോണം പറയൂ? ഒരു 4 മണിക്ക് എണീറ്റ് പോണ്ട, കുറച്ചൊരു 5-5:30 ആകുമ്പോഴേക്കും എവിടെ പോകണം? എത്ര പേരങ്ങനെ തീരുമാനിച്ചൊരു മാറ്റം ഉണ്ടാക്കണം നാളെ മുതൽ എൻ്റെ ജീവിതത്തിൽ? ഇപ്പോഴും നേരം വിളിച്ചില്ല പലർക്കും. പിന്നെ ഇങ്ങനെ നമ്മൾ നന്നാവുക? നിങ്ങൾ എന്തിനാ എന്നെ കൊണ്ടുവന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ നന്നാവാനാണോ, ഞാൻ വെറുതെ പ്രസംഗിക്കാനാണോ? ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ നന്നാവാൻ തയ്യാറില്ല, പിന്നെ ഞാനിവിടെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ നന്നാവാനാണോ അതോ എന്നെ കൊണ്ട് വെറുതെ പ്രസംഗിപ്പിക്കാനാണോ? എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല സത്യത്തില്. ഞാൻ അങ്ങനെ ശീലിച്ച ആളല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ അന്വേഷിക്കുന്ന കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ആചരതി ശ്രേഷ്ഠ തത്വദേവേതരോ ജനസയത് പ്രമാണം. ആചാര്യന്മാര് ചെയ്യുന്നതാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്നാണ്, അല്ലേ? അതാണോ അല്ലയോ? ഇതാണ് ഗുരുക്കന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തന്നുള്ളത്. നാരായണ ഗുരുദേവൻ ആചരിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്, ആണോ? അതുകൊണ്ടാണ് അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അവരന് സുഖത്തിനായി വരയണം എന്നൊക്കെ അദ്ദേഹം എഴുതി വെച്ചത്. അത് വെറുതെ പറഞ്ഞതല്ല, അവരാചരിച്ച കാര്യങ്ങളാണ്, ആണോ? ഇത് ആചരിക്കണ്ടേ? കാലത്തെണീക്കണ്ടേ? എത്ര പേര് തീരുമാനിച്ചു ഞാൻ നാളെ മുതൽ ഒരു 5 മണിക്ക് എണീക്കുന്നുള്ളത്? സത്യം പറഞ്ഞാൽ പിന്നെ മാറരുത്, പിന്നെ അതിൽ ഉറച്ചു നിൽക്കണം. ഇപ്പോഴും പലർക്കും നേരം വിളിച്ചേയില്ല. നിങ്ങളെല്ലാവരും കൈ പൊക്കിയാലേ ഞാൻ ഇവിടുന്ന് ഇത് തീർക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ നിർത്തും ഇവിടെ പരിപാടി. എനിക്ക് അങ്ങനെ നിങ്ങൾ എന്താ പറയുക, വെറുതെ പ്രസംഗിക്കാൻ ഒട്ടും താല്പര്യമില്ല. നമ്മൾ മാറണം, മാറിയേ പറ്റുള്ളൂ. മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ ദുർബലരാകും. വെറുതെ പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ല. മാറ്റം ഉണ്ടാക്കണമെങ്കിൽ മാറ്റം ഉണ്ടാവാനുള്ളൊരു തപസ് വേണം. രാവിലെ എണീക്കുന്നൊരു തപസ്സാണ്, ആണോ അല്ലയോ? ഒരു തീരുമാനം എടുക്കുക, ഞാൻ നാളെ മുതൽ. ഇപ്പൊ നോക്കൂ, ശബരിമലയ്ക്ക് വ്രതം എടുക്കുന്നവർ കള്ളം ഒഴിവാക്കില്ലേ? മത്സ്യമാംസാദികൾ ഒഴിവാക്കില്ലേ? അവർക്ക് അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കെന്താ പ്രതിജ്ഞ എടുത്തൂടെ? രാവിലെ ഞാൻ 5 മണിക്ക് എണീക്കും. ഒന്ന് പ്രതിജ്ഞ ചെയ്യും എല്ലാവരും. ഒന്ന് നെഞ്ചത്ത് കൈവച്ചിട്ട് ഞാൻ നാളെ മുതൽ 5 മണിക്ക് എണീറ്റ് കുളിയും കഴിഞ്ഞ് രാവിലെ എവിടെ വരും? എന്താ മിണ്ടാത്തത് നിങ്ങള്? എത്ര പേര് വരും എന്നുള്ള തീരുമാനിച്ചു അമ്പലത്തിൽ? എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നോക്കൂ, നമ്മുടെ ക്ഷേത്രങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉള്ളത്. വേറെ ഒരു വീടിനകത്തിരുന്ന് ചെയ്യരുത് നിങ്ങൾ പ്രാണായാമാദികളൊക്കെ. ആദിശങ്കരാചാര്യസ്വാമികൾ പറയും, പ്രാണായാമം പ്രത്യാഹാരം നിത്യാനിത്യ വിവേക വിചാരം. രാവിലെ തന്നെ പ്രാണായാമം ചെയ്യണം. എന്തിനാ ഈ പ്രാണായാമം? കൈ നാട്ടിക്കോളൂ. പ്രാണായാമം ചെയ്യുന്നത് കാരണം നമ്മുടെ ഉള്ളിലേക്ക് ഓക്സിജന്റെ ലെവൽ കൂട്ടണം. പണ്ട് വീടുകളിൽ നിന്ന് ചെയ്യായിരുന്നു. ഇപ്പം വീടിനകത്ത് എന്താ കൂടുതൽ? വീടിനകത്ത് പണ്ട് നമുക്ക് ഇത്രയും അടുപ്പൊക്കെ ഒരു ചായ്പിലൊക്കെ ആയിരുന്നു. വീടിന് ഒരു ചായ്പൊക്കെ കെട്ടിയിട്ടാണ് അടുപ്പ്, ആണോ അല്ലയോ? അപ്പൊ പുക അങ്ങോട്ട് പുറത്തു പോയിരുന്നു. പിന്നെ വീടിനകത്തൊക്കെ ജനവാതിലൊക്കെ തുറന്നിടും, ഉണ്ടോ ഇല്ലയോ? ഒരു വായു സഞ്ചി. ഇന്നിപ്പോ കള്ളന്മാരെ പേടിച്ചിട്ട് തുറക്കാൻ പറ്റില്ല, കാലം മാറിപ്പോയി, ഉണ്ടോ? ഇന്ന് തുറക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള ഒരു നോക്കൂ, ഇന്നിപ്പം നമ്മുടെ വീടുകൾ ഇത്രയൊക്കെ മഴ പെയ്ത് ഉള്ളിൽ ചൂടാണ് വീടിനകത്ത്, ആണോ അല്ലയോ? കാരണം ഈ സിമെന്റ് കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണ്. സിമെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ കെമിക്കലാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ എമിറ്റ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. വളരെ മാരക ഒരു അന്തരീക്ഷമാണ് നമ്മുടെ വീടിനുള്ളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഉപയോഗിച്ച പെയിന്റ് ആണെങ്കിൽ അതിലേറെ കെമിക്കലുള്ള സാധനമാണ്. നമുക്കിതൊന്നും അറിയില്ല എന്ന് മാത്രം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ പിന്നെ ഇതൊന്നും ഉപയോഗിക്കില്ല മനുഷ്യൻ. ഈ തരത്തിലുള്ള കെമിക്കലിന്റെ ഉള്ളിൽ ജീവിച്ച് ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടാവുമോ? അപ്പൊ നമുക്ക് ആരോഗ്യമുള്ള ശരീരമാണ് അടിസ്ഥാനം. അതുകൊണ്ട് ഋഷി എന്ത് പറഞ്ഞു അറിയോ? ശരീരമാദ്യം കലു ധർമ്മസാധനം. ആദ്യം നേടേണ്ടത് ആരോഗ്യമുള്ള, അവർക്ക് പറയൂ. കാരണം ആരോഗ്യമുള്ള ശരീരം ഇല്ലെങ്കിൽ പഠിച്ചിട്ടും കാര്യമില്ല, കുടുംബം ഉണ്ടായിട്ടും കാര്യമില്ല. എന്നും രോഗിയായിട്ട് കിടക്കുന്ന ഒരാൾക്ക് എന്ത് ജീവിതമാണുള്ളത്? നിങ്ങൾ നോക്കൂ, 10-40 ഇപ്പം നിങ്ങൾക്ക് അറിയില്ല. RCC ഇന്നലെ കണ്ടില്ലേ നിങ്ങൾ? ഹാക്ക് ചെയ്തൊക്കെ റഷ്യൻ ഹാക്കേഴ്സ് നമ്മുടെ RCC അവിടെയുള്ള ഡാറ്റകളൊക്കെ എടുക്കാൻ വേണ്ടി ഹാക്ക് ചെയ്തു എന്നൊക്കെ ഉള്ളത് കേട്ടുവോ നിങ്ങൾ പത്രത്തിൽ?
ഞാൻ ഇപ്പൊ ട്രിവാൻഡ്രത്ത് ഞങ്ങളുടെ സപ്താഹം കഴിഞ്ഞുള്ളൂ. അപ്പോൾ RCCയിൽ ഒരുപാട് ഡോക്ടർമാരൊക്കെ വരികയുണ്ടായി. പറയുകയാണ് ഇപ്പോൾ ഒരു 30-40 വയസ്സുള്ള പെമ്പിള്ളേരാണ് മാമോഗ്രാം ഒക്കെ ചെയ്യാൻ വരുന്നത്. ഒക്കെ ബ്രസ്റ്റ് ക്യാൻസറും യൂട്രസ് ക്യാൻസറും കൂടി വരികയാണ് ദിനം പ്രതി. എന്ത് ഇങ്ങനെ വരാൻ കാരണം ശരീരത്തിന് പ്രതിരോധ ശക്തി ഉറക്കെ പറയൂ, അത് അച്ഛനമ്മമാരുണ്ടാക്കിയ ദുരന്താണ്. കാരണം ചെറുപ്പത്തിൽ തന്നെ കുട്ടികളിലൊരു ക്ഷേത്ര സംസ്കാരം ഉണ്ടാക്കിയില്ല. എല്ലാം ഒരു അഹങ്കാരത്തിൽ ജീവിക്കുകയാണ്. രാവിലെ ഈ കുട്ടി എങ്ങനെ കുളിപ്പിക്കുക, ട്യൂഷന് പറഞ്ഞയക്കുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ പാക്ക് ചെയ്ത് ഓട്ടോറിക്ഷ കയറ്റുക, സ്കൂളിൽ പറഞ്ഞയക്കുക. എന്നാൽ ഈ കുട്ടി ശ്വസിക്കുന്നത് മുഴുവൻ കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നും ഇത് ഡിഗ്രി കഴിയുമ്പോഴേക്കും ക്യാൻസർ രോഗിയാണെന്നും തിരിച്ചറിവ് വേണ്ടേ നമ്മുടെ അമ്മമാർക്ക്? ആ തിരിച്ചറിവില്ല. എന്നിട്ട് പിന്നെ കഷ്ടം കരയാണ്. മകൾക്ക് 40 വയസ്സിൽ ക്യാൻസർ വന്നു, 50 വയസ്സിൽ ക്യാൻസർ വന്നു, കരയെന്നിട്ട്. ആരോട് കരഞ്ഞിട്ട് കാര്യം? വല്ലതും വന്നു കഴിഞ്ഞിട്ട് കരഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട്? നിങ്ങൾക്കറിയാലോ, ക്യാൻസറൊക്കെ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അതിനെ കുറെ കിമോ ചെയ്തിട്ടോ റേഡിയേഷൻ ചെയ്തിട്ടോ കുറയ്ക്കാൻ നല്ല സിംറ്റം കംപ്ലീറ്റ് കളയാൻ പറ്റില്ല. ഉണ്ടോ? 100% ഇതിനൊന്നും ചികിത്സ ഇപ്പോഴും. ഷുഗറിന് ചികിത്സയുണ്ടോ? എന്താ മിണ്ടാത്തത് നിങ്ങള്? BP-ക്ക് ചികിത്സയുണ്ടോ? പറയൂ. കിഡ്നി ഒരിക്കൽ ഡയാലിസിസ് തുടങ്ങിയ ചികിത്സയുണ്ടോ? പെർഫെക്റ്റ്. എന്താ മിണ്ടാത്തത്? ഇനിയിപ്പോ കിഡ്നി മാറ്റി വെച്ചു, 10 കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും റീപ്ലേസ്മെന്റ് ആണ്. അത് കണ്ടിന്യൂസ്ലി വെക്കാൻ പറ്റില്ല നമുക്ക്. ഈ തരത്തിലുള്ള ചാലഞ്ചുകൾ കൂടുതലാണോ? മാറ്റണ്ടേ നമ്മള്? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു സംസ്കാരം ഉണ്ടാക്കണം. എന്ത്? കാലത്തെണീറ്റ് എവിടെ പോണം? എത്ര പേര് തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത സ്റ്റെപ്പ് പറയാൻ. ആരും തീരുമാനിക്കണമില്ല. ഇതൊക്കെ കേട്ടിട്ടും ഒരു ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ? നാളെ മുതൽ ഞാൻ കാലത്തെണീക്കുന്നു. എത്ര പേര് തീരുമാനം? സത്യസന്ധമായി പറയും. ഒരു തീരുമാനങ്ങൾ എടുത്തു നോക്കും. നിങ്ങൾ ഇവിടെ ഈ അമ്പലത്തിൽ വരണം ഞാൻ പറഞ്ഞില്ല, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട നിങ്ങൾ. ഞാൻ അമ്പലത്തിനെ മാർക്കറ്റ് ചെയ്യല്ല. നിങ്ങളുടെ തൊട്ടടുത്ത് ഏത് അമ്പലമാണോ, എവിടെ ആൽവൃക്ഷങ്ങളുണ്ടോ അവിടെ പോണം. എന്തിനാണ്? എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര ഓക്സിജൻ കയറാൻ. ഇത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തണം. വേണ്ടേ? വേണോ? അതിനാണ് നമ്മൾ കുട്ടികളും നിങ്ങളൊക്കെ രാവിലെ കുറച്ചു നേരം പ്രണവോപാസന ചെയ്യണം. എന്താണ്? നാരായണ ഗുരുദേവൻ ഈ പ്രണവോപാസനയെ കുറിച്ചൊക്കെ ധാരാളം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുണ്ടലിനി പാട്ട് എന്നൊരു മനോഹര കൃതിയുണ്ട്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ അറിയില്ല. പ്രണവം ഉണർന്നിടണം, ഈ പ്രണവത്തെ ഉണർത്തണം എന്ന് പറയും അദ്ദേഹം. ഈ പ്രണവോപാസന ചെയ്യണം. എന്താ പ്രണവോപാസന? നിവർന്നിരുന്നു കൊണ്ട് നട്ടെല്ല് നിവർന്ന്, കുട്ടികളെയൊക്കെ പരിശീലിപ്പിക്കണം. നിങ്ങൾ നട്ടെല്ലിന് മുകളിൽ ഇരിക്കാൻ പരിശീലിപ്പിക്കണം. ആ നട്ടെല്ലിനകത്താണ് പ്രാണശക്തി മുഴുവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ നിവർന്നിരുന്നു കൊണ്ട് നട്ടെല്ലിനടിയിൽ നിന്നും ഓങ്കാരം പുറത്തേക്ക് വരണം. ഈ ഓങ്കാരം താഴെ നിന്ന് മുകളിലേക്ക് കടക്കുമ്പോൾ പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പൊ എന്താ സംഭവിക്കുക വെച്ചാൽ, ശ്രദ്ധിക്കുക നിങ്ങൾ. പ്രണവം ചൊല്ലും തോറും മനസ്സ് ഓങ്കാര ശക്തി എടുക്കും തോറും, അതിന്റെ പോസിറ്റീവ് എനർജി എടുക്കും തോറും അതിന്റെ നേരത്തെയുള്ള അപകർഷതാബോധങ്ങൾ, ദുർബലതകൾ അത് മറികടക്കും. ഇത് ഐൻസ്റ്റീനിയൻ തിയറി. അദ്ദേഹം പറയും, യു കാൺ ക്രിയേറ്റ് എനർജി, കാൺ ഡിസ്ട്രോയ് എനർജി, ബട്ട് യു ക്യാൻ ട്രാൻസ്ഫോം എനർജി എന്നാണ്. അപ്പൊ ഈ സൗണ്ട് എനർജി കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള ദുർബല ശക്തികളെ നമുക്ക് പരിവർത്തനം വരുത്തിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ തലയിൽ ഒരിക്കൽ കയറിക്കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക. ഇപ്പം മാത്സ് പഠിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു, കുട്ടിക്ക് കഴിവില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ആ കുട്ടിയിൽ അപകർഷതാബോധം ഉണ്ടാക്കൂ ഇല്ലയോ? ഇങ്ങനെ കുറെ അപകർഷതാബോധങ്ങൾ കുട്ടികളിലും വലിയവരിലൊക്കെ ഉണ്ടോ? എന്താ ഒന്നും മിണ്ടാത്തത്? എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും കെയർ ചെയ്യുന്നില്ല, ഉണ്ടോ ഇല്ലയോ? അച്ഛൻ അത്ര സാമ്പത്തികമായിട്ട് ഞാൻ ചോദിച്ചൊന്നും വാങ്ങിച്ചു തരുന്നില്ല, അല്ലെങ്കിൽ അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി തരുന്നില്ല. കുട്ടികളിലൊക്കെ അങ്ങനെ ഉണ്ടാവോ ഇല്ലയോ? ഉറക്കെ പറയൂ നിങ്ങൾ. കുട്ടികൾക്ക് പുറത്തുനിന്ന് കഴിക്കുന്നതാണോ ഇഷ്ടം, വീട്ടിൽ നിന്ന് കഴിക്കുന്നതാണോ? പറയൂ. ഈ പുറത്തുനിന്ന് കഴിക്കുന്നതാണ്. ഈ പുറത്തുനിന്ന് കഴിക്കുന്ന ആ ആഹാരത്തിൻ്റെയൊക്കെ ഗുണങ്ങൾ നമുക്കറിയാലോ. പ്രത്യേകിച്ച് നമ്മുടെ കേരളം ഇപ്പോൾ ഒരു വലിയൊരു ആഹാരത്തിലൊരു വലിയൊരു അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട അറേബ്യൻ ഫുഡുകളൊക്കെ വന്ന്, മയോണീസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതൊക്കെ കുട്ടികളിൽ ഒരിക്കൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ ശരീരം ഏത് രീതിയിൽ പ്രതികരിക്കും നമുക്കറിയില്ല. ഇടയ്ക്കിടയ്ക്ക് വായിക്കാറില്ലേ, ഫുഡ് അലർജി വന്നു, കുട്ടികൾ അഡ്മിറ്റ് ചെയ്തു, ഉണ്ടോ ഇല്ലയോ? എന്താ ഒന്നും മിണ്ടാത്ത? ഞാനിതൊക്കെ പറയുമ്പോൾ എനിക്ക് അറിയുന്ന ഒരു ഫാമിലിയിൽ ഒരു കുട്ടി, അവളെന്തോ ഇതുപോലെ ഫുഡ് കഴിച്ചിട്ട് മരിച്ചുപോയി. ആ കുട്ടി ഇന്നും ആ പാരൻസ് വളരെ ദുഃഖത്തിലാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ കുട്ടികളിൽ ഒരു ബോധമുണ്ടാക്കണം. എന്താണ്? അവരിലെ മനസ്സിന് അമ്മയുണ്ടാക്കുന്ന ആഹാരത്തിൽ ഒരു സന്തോഷം കണ്ടെത്തണം. വേണോ? അതുപോലെ തന്നെ പഠിക്കുന്നതിൽ ഏകാഗ്രത വേണോ? അപ്പൊ അതിനാണ് നമ്മൾ കുട്ടികളിൽ ഒരു ഏകാഗ്രതയും മറ്റും ഉണ്ടാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്, മനോബലം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഓങ്കാരം ജപിപ്പിക്കുന്നത്. ഏതാണ്? ഉറക്കെ പറയൂ.
ഓങ്കാര സ്വരൂപനാണ് അയ്യപ്പൻ, പ്രണവ സ്വരൂപനാണ് അയ്യപ്പൻ. നമ്മുടെ ഭഗവാന്മാരൊക്കെ ഓങ്കാര സ്വരൂപന്മാരാണ്. ഗീതയിലും കൃഷ്ണൻ പറയും പ്രണവം ഉപാസിക്കണം എന്നാണ്. പ്രണവത്തെ നിങ്ങൾ ദിവസവും ഉപാസിക്കണം, ഇത് പരിശീലിക്കണം. എല്ലാവരും ഒന്ന് നിവർന്നിരിക്കുക. നമുക്ക് ഓങ്കാരമൊക്കെ ഒന്ന് ചൊല്ലി നോക്കാം. ഒരു 7 പ്രാവശ്യം 5 പ്രാവശ്യം 7 പ്രാവശ്യമൊക്കെ കുട്ടികളെ കൊണ്ട് നീട്ടി ഓങ്കാരം ചൊല്ലിക്കുക. ഇതൊക്കെ ശീലിച്ചെടുത്താൽ കുട്ടികളിൽ ഉണ്ടാവുന്ന ഒരു പരിവർത്തനം അത്ഭുതകരമായിരിക്കും. അവരുടെ മനസ്സിന് പലതിനെയും നേരിടാനുള്ളൊരു ധൈര്യവും പലതും എനിക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസും ഒക്കെ അവരുടെ ഉള്ളിൽ ഉണ്ടാക്കും. ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ വിചാരിക്കരുത് നാളെ വെറുതെ പ്രസംഗം കേട്ടുപോയാൽ നിങ്ങൾ നാളെ മാറുന്നുള്ളൂ. ഒരു പ്രസംഗത്തിൽ ആരും നേരെയിട്ടില്ല, പരിശീലനത്തിലേ നേരെയിട്ടുള്ളൂ. അപ്പൊ നിവർന്നിരിക്കല്ല. അവർ കണ്ണടച്ച് ആദ്യം ഞാൻ ചൊല്ലും, എന്നിട്ട് നിങ്ങൾ ചൊല്ലണം. നട്ടെല്ലിന്റെ അടിയിൽ നിന്ന് വലിക്കണം ഓങ്കാരത്തെ, കേട്ടോ? അത് ശീലിച്ചെടുത്തു നോക്കൂ നിങ്ങൾ. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊരു സുഖമാണ്, ആത്മസുഖമാണ് ഉള്ളിലെന്ന്. എല്ലാവരും നിവർന്നിരിക്കുക. ശ്വാസം നല്ലവണ്ണം ഉള്ളിലേക്ക് എടുത്ത് ഞാൻ ചൊല്ലിക്കഴിഞ്ഞിട്ടേ നിങ്ങൾ ചൊല്ലാം. ഓ ചൊല്ലോ, കണ്ണടച്ചുവല്ലോ. ദൈവം നിങ്ങൾക്ക് ആർക്കും നാക്കും ശബ്ദവും തന്നിട്ടില്ല. വീട്ടിൽ ശബ്ദിക്കുന്ന ശബ്ദം, വീട്ടിൽ സംസാരിക്കുന്ന ശബ്ദം ഉണ്ടല്ലോ, അതിന് ചൊല്ലുമെന്ന് എല്ലാവരും നീട്ടി ചൊല്ലണേ. ഒരുമിച്ച് ചൊല്ലണം, ഉറക്കെ ചൊല്ലണം, അത് ശീലിക്കണം. നോക്കൂ, നമ്മൾ എത്ര അപഹർഷതാബോധമുള്ളവരാണ് നോക്കൂ. അതെന്താ നമ്മുടെ ഉള്ളിൽ നിങ്ങോട്ട് വരാത്തത്? നമ്മളങ്ങനെ ശീലിച്ചു പോയി. ഇതൊക്കെ എന്ത് ചൊല്ലിയിട്ടില്ല. സത്യത്തിൽ ഇതൊന്നും അങ്ങനെ ശീലിക്കുന്നില്ല. വെറുതെ തൊഴുത അമ്പലത്തിൽ പോവാണ്. മനസ്സിലായില്ല? അതൊന്നൊരു മാറ്റം വരണ്ടേ? വേണോ? എന്നിട്ട് തുറന്നു വരട്ടെ, ഉള്ളിൽ നിങ്ങോട്ട് വരട്ടെ ഊർജം. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഒരു ഊർജശക്തി കൊണ്ട് മാത്രമേ ഒരു ദുർബല ഊർജത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഉള്ളിലുള്ള ദുർബലതകൾ പോണെങ്കിൽ അതിന് പിന്നിലൊരു എന്ത് വേണം? എന്താ ഒന്നും പറയാത്ത നിങ്ങൾ? ഇപ്പൊ നോക്കൂ, നല്ല ശക്തിയിൽ മഴ പെയ്യുമ്പോഴല്ലേ കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ അവിടുന്ന് ഒഴുകി ഒഴുകി പോവുള്ളൂ, ആണോ? ഇതുപോലെ ഓങ്കാരത്തിന്റെ ഊർജശക്തിയിൽ വേണം ഉള്ളിൽ അങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ദുർബലതകൾ മാറാൻ. അപ്പൊ എത്ര നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടോ അത്ര ദുർബലതകൾ കുറയ്ക്കാം. നിവർന്നിരുന്ന് ചൊല്ലണം, ഉറക്കെ നീട്ടി ചൊല്ലുക. കണ്ണടച്ചങ്ങനെ നമ്മളെ മറക്കും കൊണ്ട് ആ ഓങ്കാരത്തിലേക്ക് അങ്ങോട്ട് അലിയിപ്പിക്കാം. മസിൽ പിടിക്കാതിരിക്കുക. മസിൽ പിടിക്കുന്നതാണ് നിങ്ങൾ പതുക്കെ ചൊല്ലുന്നതിന് കാരണം. ശ്വാസമെടുത്ത് ഉറക്കെ ചൊല്ലണം. ശ്വാസം നല്ലവണ്ണം എടുക്കുക. ഓ ശബ്ദം വരുന്നില്ല, അത് വരണം. ഇനിയും കുറേ വരണം. കുറക്കച്ചൊല്ല. എല്ലാവരും നിവർന്നിരിക്കും, പലരും ചാരിയിരിക്കണം. ശ്വാസം എടുക്കും നല്ലവണ്ണം. ശ്വാസം നല്ലവണ്ണം എടുക്കണം. കണ്ണടച്ച് ഓ അങ്ങനെ ഒരു 10-11 പ്രാവശ്യമൊക്കെ ഒരു 5-6 പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ ലങ്സ് വികസിക്കും. ഹാർട്ട് അറ്റാക്ക് എന്നുള്ള സംഭവം വരില്ല. ഹാർട്ടിനെ അത് പ്രൊട്ടക്റ്റ് ചെയ്യും. ഇപ്പം നമ്മുടെ ആ കംപ്ലീറ്റ് വെയിൻസിന്, നിങ്ങൾക്കറിയാം സ്ട്രോക്ക് വരുന്നതിന് കാരണം തലച്ചോറുള്ള പല നാഡികളും വീക്കായി മാറും, നമ്മൾ അറിയുന്നില്ല. ഓക്സിജൻ ലെവൽ കുറവ്, വേണ്ടാത്ത ടെൻഷൻ എടുത്തു കഴിഞ്ഞാൽ
74,000 നാഡികളിൽ പലതും ദുർബലമായി പോയി. ഈ ദുർബല നാഡിയാണ് ഒരു ദിവസം സ്റ്റക്ക് അടിച്ചുപോയി. അപ്പം അത് കംപ്ലീറ്റ്ലി അതിൻ്റെ പ്രവർത്തനം നിൽക്കുമ്പോൾ ഒരു സ്ട്രെസ് എടുക്കാനുള്ള താങ്ങാനുള്ള കഴിവുണ്ട്, ടെൻഷൻ. അപ്പം അത് കംപ്ലീറ്റ്ലി ക്ലോട്ടഡായി അതിൻ്റെ പണി തീർന്നു. മനസ്സിലായില്ലേ? പിന്നെ ആ വ്യക്തിക്ക് ചില ഭാഗങ്ങളൊന്നും അനക്കാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ വരുത്തി വയ്ക്കുന്നതാണ്. അപ്പം ഇതിന്നൊക്കെ നമുക്ക് പുറത്ത് കടക്കാൻ വഴികളുണ്ട്. അപ്പം അതിനാണ് കാലത്തെണീറ്റ് കുട്ടികളെയും കൊണ്ട് അമ്പലത്തിൽ പോകേണ്ടത്. ഓങ്കാരം ചൊല്ലിച്ച് വെയിൻസിനെ ശക്തിപ്പെടുത്തണം, നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. വേണോ വേണ്ടയോ? മനസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ ഓരോരുത്തരുടെ ഉള്ളിൽ അന്തർലീനമായ കഴിവുകളെല്ലാം പുറത്തേക്ക് വരും എന്ന് മാത്രമല്ല, 3 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒന്ന്, ദൈവീകമായ കഴിവിനെ കണ്ടെത്തണം. പറഞ്ഞാൽ വളർത്തിയെടുക്കണം, അത് വികസിപ്പിക്കണം. വേണോ വേണ്ടയോ? വേണം. രണ്ടാമത്തത് നോക്കൂ, നമുക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്ത് വേണം. പ്രശ്നങ്ങളല്ല കാണേണ്ട, പരിഹാരം നമ്മൾ കാണണ്ടേ? നമുക്ക് പരിഹാരവും കാണാനുള്ള കഴിവുണ്ട്, പ്രശ്നവും കാണാനുള്ള കഴിവുണ്ട്, പരിഹാരം. ഒരു ചെറിയൊരു കഥ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും. രാവണൻ സീതയെ അടിച്ചു കൊണ്ടുപോകണം അല്ലേ? വിമാനത്തിൽ അടിച്ചുകൊണ്ട്. ഏത് വിമാനത്തിൽ? പുഷ്പക വിമാനം. അപ്പൊ സീതാദേവി നോക്കി, ഞാൻ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഉടനെ സീതാദേവിക്കൊരു ചിന്ത വന്നു. ദേ ഒരു മലയുടെ മുകളിൽ കുറച്ച് വാനരന്മാരിയ്ക്കുന്നുണ്ട്. സീതാദേവി എന്ത് ചെയ്തു? തൻ്റെ ആഭരണങ്ങളൊക്കെ അഴിച്ചെടുത്ത് വേഗം താഴോട്ട് എറിയാണ് അല്ലേ? ആ സീതാദേവിക്ക് പകരം കേരളത്തിലൊരു മലയാളി പെണ്ണായിരുന്നെങ്കിലോ? ആഭരണം എറിയോ, താൻ തന്നെ പുറത്തേക്ക് ചാടുവോ? നിങ്ങൾ ചിന്തിച്ചാൽ മതി. എന്താ ചെയ്യാ? സീതാദേവിക്ക് പകരം കേരളത്തിലൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ അതെന്ത് ചെയ്യും? പുറത്തേക്ക് ചാടില്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? അല്ലെങ്കിൽ പിന്നെ വീട്ടുകാരോട് അത്രയും ദേഷ്യം ഉണ്ടെങ്കിൽ രാവണന്റെ കൂടെ പോവുകയും ചെയ്യും അല്ലേ? അതല്ലേ ഇപ്പൊ സംഭവിക്കാൻ പോണത്. അപ്പൊ ഇവിടെ നോക്കൂ, സീതാദേവിക്ക് മനസ്സിലായി ഞാൻ എന്ത് ചെയ്യണം? ആഭരണങ്ങൾ എടുത്ത്. അപ്പൊ ആ സമയത്ത് വേണ്ട ബുദ്ധി വേണ്ട സമയത്ത് തോന്നണ്ടേ? ഒരു വഴി തോന്നുകയല്ലേ പരിഹാരത്തിന്? നാളെ ഇത് ഒരു പ്രശ്ന പരിഹാരത്തിന് ഉപകരിക്കും അല്ലേ? ഉപകരിച്ചോ ഇല്ലയോ? അങ്ങനെ ഒരു കഴിവ് നമുക്ക് വേണം. പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവുണ്ടാവണം. മൂന്നാമത്തത്, മറ്റുള്ളവരെ തളർത്തുകയല്ല വേണ്ടത്, കൈപിടിച്ചുയർത്തിക്കൊണ്ട് നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ സംഘടിക്കുവിൻ, ശക്തരാകുവിൻ, മുന്നോട്ട് നീങ്ങണം. നമ്മൾ അങ്ങനെയല്ലേ? ഉണരണം. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാന്നിബോധത. കൈപിടിച്ചുയർത്തിയവരാണ് അവരൊക്കെ അല്ലേ? അതല്ലേ ഗുരുത്വം എന്ന് പറയണത്? ഇങ്ങനെ കഴിവിനെ വികസിപ്പിക്കുക, കരുത്തുള്ളവരായി തീരുക, മറ്റുള്ളവരെ കരുതുള്ളവരായി തീരുക. അത് വേണോ? അതിന് നമുക്ക് ആത്മീയമായി ചിന്തിക്കുക, പ്രവർത്തിക്കുക, പരിശീലിക്കുക അല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. അന്യപന്ഥ അയനായ വിദ്യതേ. ഗുരുക്കന്മാർക്ക് ഈ ബോധ്യമുള്ളത് കൊണ്ടാണ് നാരായണ ഗുരുദേവനെപ്പോലുള്ള മഹാന്മാര്, ചട്ടമ്പി സ്വാമികള്, ശങ്കരാചാര്യ സ്വാമികൾ, വിവേകാനന്ദ സ്വാമികൾ, ചിന്മയാനന്ദ സ്വാമികൾ, ഇവിടെയുള്ള നിത്യാനന്ദ സ്വാമികൾ, ഇങ്ങനെ അനവധി ഗുരുപരമ്പരകൾ, രാമകൃഷ്ണ പരമഹംസ, എണ്ണിയാലൊടുങ്ങാത്ത ഗുരുപരമ്പരയാണ് നമുക്ക് നാട്ടിലുള്ളത്. ആണോ? ഈ മഹാന്മാരൊക്കെ നമുക്ക് വഴി കാണിച്ചു തന്നിട്ടുള്ളത്. അവരിന്നും മനുഷ്യ മനസ്സിൽ ജീവിക്കുന്നതിന് കാരണം അവർ കാണിച്ചു തന്ന വഴികളിലൂടെ പലരും പോയപ്പോൾ അവർക്കും മനസ്സിലായി ഇവർ പറഞ്ഞത് 101% സത്യമാണ്, ഒരു സംശയം അതിനില്ല എന്നുള്ളത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഗുരുക്കന്മാരെ പിന്തുടരാൻ ആളുകളുള്ളത്. ആ വഴിക്ക് പോയവര്, ആ വഴിയിലൂടെ കടന്നുപോയവർക്ക് മനസ്സിലായി ആ വഴികളൊക്കെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ വഴികളാണ്. അവരാരും തളർന്നിട്ടില്ല, അവരാരും ജീവിതത്തിൽ പരാജയപ്പെട്ടില്ല, അവരാരും നിരാശപ്പെട്ട് ജീവിതം മതിയെന്ന് തോന്നിയിട്ടുള്ളവരല്ല. അവരൊക്കെ ജീവിതത്തെ വാർത്തെടുത്ത് മറ്റുള്ളവർക്ക് പ്രചോദനവും പ്രോത്സാഹനവും നൽകി കടന്നുപോയ വെളിച്ചങ്ങളാണ്. മനസ്സിലാവുണ്ടല്ലോ? അതുപോലെ ആയിരിക്കണം നമ്മൾ. ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കും പ്രയോജനം വേണം. അവർക്ക് പറയൂ, അല്ലാതെ നമുക്കും ഒരു ശാപം മറ്റുള്ളവർക്കും ശാപമായി തീരുമ്പോൾ ആ ജീവിതത്തിന് എന്തർത്ഥമുണ്ട്? അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ചില പ്രതിജ്ഞകൾ ചെയ്യണം, ശപഥങ്ങൾ ചെയ്യണം. കാലത്ത് ഞാൻ രാവിലെ എണീക്കും, അതുപോലെ ഞാൻ ക്ഷേത്രത്തിൽ പോകും. നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് തന്നെ വലിയൊരു പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. വേണോ? ഇത് സാധിപ്പിക്കാനാണ് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും ഇവിടെ കണ്ടതിൽ. കാരണം ഇതൊരു മാറ്റത്തിൻ്റെതാവട്ടെ. നമ്മൾ ഇത്രയും കാലം അന്ധമായ ചില രാഷ്ട്രീയത്തിന്റെ ചിന്തകളിലും മറ്റുമൊക്കെ ആയിരുന്നു. ഇനി ഹിന്ദു സമൂഹം ഉണരണം. എന്തിനാ ഹിന്ദുക്കൾ ഉണരുന്നത്? കാരണം ലോകത്തെ ഒന്നിപ്പിക്കാൻ നമുക്ക്
സാധിപ്പിക്കുള്ളൂ. കാരണം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നൊരു മന്ത്രം ഭാരതത്തിലേ ഉള്ളൂ. ആണോ? എന്റെ മതവും എന്റെ മതവിശ്വാസികളും നന്നാവട്ടെ നമ്മുടെ ഋഷിവര്യന്മാര് പറഞ്ഞിട്ടില്ല? ഉണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പഠിപ്പിക്കുന്ന മതങ്ങളൊക്കെ നോക്കും, എല്ലാം നോക്കൂ. നാരായണ ഗുരുദേവൻ എല്ലാവരും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം മംഗളം ഭവതു എന്ന് സംസ്കൃതത്തിലാണെങ്കിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നല്ലേ പഠിപ്പിച്ചത്? ആണോ അല്ലയോ? അപ്പൊ അവിടെ ജാതിക്കും മതത്തിനും അതീതമായി ചിന്തിക്കാൻ ആർക്കേ പറ്റുള്ളൂ? കൂടെ വരുന്നില്ല നിങ്ങള്? ആർക്കേ പറ്റുള്ളൂ? ഭാരതീയർക്കേ പറ്റിയിട്ടുള്ളൂ. മറ്റുള്ളവർ ആ സങ്കുചിത്തിൽ നിന്നതുകൊണ്ടാണ് അവരവിടെ ഒതുങ്ങിപ്പോയത്. നമുക്ക് സങ്കുചിത്വമില്ല. കാരണം നമ്മൾ കാണുന്ന മതത്തെയല്ല, നമ്മൾ കാണുന്നത് ഓരോരുത്തരിലുമുള്ള ദൈവീകതയാണ്. എല്ലാവരും ദൈവീകതയുള്ളവരാണ്. അതുകൊണ്ടാണ് ഋഗ്വേദത്തിൽ പറയുന്നത് അമൃതസ്യ പൂരുഷ, നിങ്ങൾ അമൃതത്വത്തിന്റെ സന്തതികളാണ്. മനസ്സിലായില്ലേ? നാരായണ ഗുരുദേവൻ കണ്ണാടി വെച്ച് പ്രതിഷ്ഠിച്ചപ്പോൾ ഒരിക്കലും പറഞ്ഞില്ല സ്ത്രീകൾ വന്നാൽ അവർക്കുള്ളിൽ ഈ ചൈതന്യം കാണാൻ പറ്റില്ല എന്ന്. സ്ത്രീകളെ മാറ്റി നിർത്തിയില്ല. പുരുഷന്മാരെ മാത്രമേ ദൈവീകത ഉള്ളൂ എന്ന് പഠിപ്പിച്ചില്ല. ഉണ്ടോ? ഇവിടെ ആണും പെണ്ണും ഏത് ജാതി വിഭാഗത്തിൽപ്പെട്ടവരായാലും മതവിഭാഗത്തിൽപ്പെട്ടവരായാലും എല്ലാവരും ഒരേ സത്യത്തിന്റെ വൈവിധ്യങ്ങളായ മുഖങ്ങളാണ്. മനസ്സിലാവുണ്ടല്ലോ? പുറത്ത് ശ്രദ്ധിക്കുക നിങ്ങൾ. പുറത്ത് നമ്മൾ കണ്ണാടിയിൽ നോക്കിയാൽ നമ്മുടെ പ്രതിബിംബാണ് കാണുന്നത്, അല്ലേ? പക്ഷെ പ്രതിബിംബിക്കുന്ന കണ്ണാടി ഒന്നാണ്. കൂടെ വന്നില്ല നിങ്ങൾ? പ്രതിബിംബിക്കുന്ന കണ്ണാടി കൂടെ വന്നില്ല. കൂടെ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? കണ്ണാടിയിൽ നോക്കിയിട്ടല്ലേ നമ്മുടെ പ്രതിബിംബം കാണുന്നത്? ആണോ? ആ കണ്ണാടി വ്യത്യസ്തമാണോ? എല്ലാം ഒന്നല്ലേ? ഇതുപോലെ ഒരേ ദൈവീകതയുടെ വൈവിധ്യ രൂപങ്ങളാണ് നാം. ആൽബർട്ട് ഐൻസ്റ്റീൻ പഠിപ്പിച്ച സയൻസാ ഋഷി പഠിപ്പിക്കുന്നത്. ഐൻസ്റ്റീൻ പറഞ്ഞു ഒരേ എനർജി തന്നെയാണ് ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ. അത് തന്നെയാണ് സൂര്യനായും ചന്ദ്രനായും ഭൂമിയായും പല ഗ്രഹങ്ങളായും നക്ഷത്രങ്ങളായും ഒരു ഗാലക്സിയും ഇനി എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇട്ട് നിൽക്കുന്നത്. എനർജി അല്ലാതെ ഇവിടെ മറ്റൊന്നും ഇല്ല. ഇത് തന്നെയാണ് ഭാരതത്തിലെ ഋഷി പറഞ്ഞത്. ഏകം സത് വിപ്രാബോധി, ഒരു ദൈവീകതയാണുള്ളത്. ആ ദൈവീകതയാണ് നമ്മളെ വൈവിധ്യമാക്കിയത്. എന്നെ വൈവിധ്യമാക്കിയ ദൈവിക ശക്തിയാണ് നിങ്ങളെയും വൈവിധ്യമാക്കിയത്. ആയിരിക്കുമല്ലോ? ആയിരിക്കുമോ? എല്ലാവരെയും വൈവിധ്യമാക്കുന്ന ശക്തി, അതിനെ കണ്ടെത്തണ്ടേ? അതിലേക്ക് ഇറങ്ങിച്ചെല്ലണ്ടേ? ആഴണം വാഴണം നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ. ഇറങ്ങണ്ടേ? അതിന് സാധിക്കട്ടെ. അതിനാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിനം നമുക്കിന്ന് വളരെ ഒരു സന്തോഷത്തിന്റെ ദിനമാണ്. കാരണം ഇത്രയും ആളുകൾ ഈ ഒരു ദിവസം ഇവിടെ എത്തിച്ചേർന്നു എന്നത് വളരെ ഒരു കാരണം. ഇത്രയും എന്താ ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇന്ന് ഒരു മഴയുടെ ദിവസമായിരുന്നു, അല്ലേ? മഴയുടെ ദിവസമായിട്ട് പോലും നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ഇവിടെ ഇത്രയും ആളുകളെ നമുക്ക് കാണാൻ സാധിച്ചു എന്നത് നമ്മുടെ ഒരു വലിയൊരു ഭാഗ്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ അഭിനന്ദനാണ്. കാരണം ഈ മഴയൊന്നും നിങ്ങളത്ര കാര്യമായി വെക്കാതെ നിങ്ങളിവിടെ എത്തിച്ചേർന്നു എന്നത് നിങ്ങൾക്ക് കിട്ടിയ ഒരു വലിയൊരു സൗഭാഗ്യമാണ്. ഇപ്പം എനിക്കാണെങ്കിൽ ഒരു ചെറിയൊരു കാര്യമുള്ളത്, എനിക്ക് ഒന്ന് നിർത്തേണ്ടതുണ്ട്. കാരണം 8 മണിക്ക് എനിക്കൊരു ദുബായ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. കാരണം ഞാൻ അവരോട് സമ്മതം കൊടുത്തുപോയി. അവിടെ നിന്നൊരു വലിയ പ്രോഗ്രാം നടക്കണം, ഓൺലൈൻ പ്രോഗ്രാം. അപ്പം അതിനെനിക്കതിൽ കയറേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഒരു ചെറിയൊരു നാമം ചൊല്ലിക്കൊണ്ട് എല്ലാവരും ഒരു കീർത്തനമൊക്കെ ചൊല്ലിക്കൊണ്ട് നമുക്ക് നിർത്താം. നിവർന്നിരിക്കുക. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഓം നമോ ഭഗവതേ വാസുദേവായ. കൈയടിക്കുക എല്ലാവരും. ഉറക്ക ചൊല്ലു. ഞാൻ ചൊല്ലിയിട്ട് ചൊല്ലു. ഉറക്ക ചൊല്ലു. പുറകിലുള്ളവരൊന്നും മിണ്ടണില്ല. നിങ്ങൾ നാമം ചൊല്ലിരുന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടോ? ഈ നാമം ചൊല്ലുന്ന എന്തിനാണെന്നറിയോ? നമുക്കതൊന്നും അറിയില്ല. അതാണ് ഇതൊന്നും ഒരു പഠിക്കാതെ പോയതുകൊണ്ട്. നാമം എന്നതൊരു ശബ്ദമാണ്. ആണോ? ഈ നാമം ചൊല്ലുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ നാമത്തിലെ പോസിറ്റീവ് എനർജി മൈൻഡ് എടുക്കും. അപ്പം മനസ്സിലുള്ള ദുർബല എനർജികൾ പോവും. ഒരു എനർജിയെ നശിപ്പിക്കാൻ വേറൊരു എനർജി കൂടണം, അല്ലാതെ വഴിയില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ കട്ടി പിടിച്ച് നിൽക്കും നിങ്ങളുടെ ദുർബലതകൾ. മനസ്സിലാവണ്ട. വെളിച്ചം വന്നാലല്ലേ ഇരുട്ട് പോവുള്ളൂ. ആണോ? ഇത് വെളിച്ചമാണ്. നാമം എന്നതൊരു ഉറക്കെ പറയൂ, വെളിച്ചമാണ്. ഒക്കെ ഉറക്കെ ചൊല്ലണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇനി കൈയടിക്കുന്നതും പറയാം. ഈ കൈ നോക്കൂ, നമ്മുടെ തലച്ചോറിന്റെ അകത്തുള്ള വെയിൻസ് ഈ വിരലിലൊക്കെ വരുന്നുണ്ടോ? പറയൂ നിങ്ങൾ.
ഈ തലച്ചോറിനകത്തുള്ള വെയിൻസ് കാലിലും കയ്യിലൊക്കെ വരുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഈ കൈയടിക്കുമ്പോൾ ഈ പ്രഷർ നമ്മുടെ തലച്ചോറിലേക്ക് എത്തുമോ? അപ്പൊ അവിടുത്തെ വെയിൻസിനെ അത് ശക്തിപ്പെടുത്തുമെങ്കിൽ ഈ കൈയടിക്കണ്ടേ നമ്മള്? വേണോ? ഈ സ്ട്രോക്ക് ഒക്കെ വന്നവർക്ക് കൊടുക്കുന്ന പരിശീലനം എന്താ അറിയോ? കൈയടിക്കാനാണ് ഈ പരിശീലനം കൊടുക്കുന്നത്. അതൊക്കെ നമ്മുടെ ഋഷിവര്യന്മാർ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പൂർവികര് നാമം ചൊല്ലുമ്പോൾ എന്ത് ചെയ്യണം? അതിന് പോത്തുകൾ അനുസരിക്കണ്ടേ? പോത്ത് എന്നല്ലാതെ എന്താ പിന്നെ നമ്മളെ വിളിക്കുക? അത്ര ബോധമില്ലാത്ത വർഗ്ഗമായി നമ്മൾ മാറിയില്ലേ? ആണോ അല്ലയോ? ശരിയാണോ ഞാൻ പറഞ്ഞത്? നമ്മളൊന്ന് മാറേണ്ടതല്ലേ? എല്ലാം അറിയാന്നുള്ള അഹങ്കാരത്തിൽ ജീവിക്കുന്നവരായി പോയില്ലേ നമ്മള്? ഒരു മാറ്റം വേണോ വേണ്ടയോ? എന്നാൽ എല്ലാവരും ഒന്ന് കയ്യിൽ ചൂടാക്കൂ. നിങ്ങൾക്ക് നന്നാവാനുള്ള മനസ്സുണ്ടോ? അതുമില്ലേ? ഉണ്ടോ? നിങ്ങളുടെ മനസ്സിവിടെ ഉണ്ടോ? എത്ര പേരുടെ മനസ്സുണ്ട്? നിങ്ങളുടെ മനസ്സില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അനുസരിക്കാത്തത്. നിങ്ങളുടെ മനസ്സില്ല എന്ന് എപ്പോൾ കാണിച്ചു തരാം. കൈ ചൂടാക്കൂ നിങ്ങൾ. ചിലർക്ക് കൈ ചൂടാക്കിയാൽ മറ്റുള്ളവർ മുഖം ഓർമ്മ വരും. കണ്ണൂരാണ്, പ്രത്യേകിച്ച് സൂക്ഷിക്കണം. കണ്ണൂർക്കാർ മോശമാണെന്നല്ല, അതെല്ലാ നാട്ടിലും അങ്ങനെ തന്നെയാണ്. കൈ ചൂടാക്കുമ്പോൾ ചിലരുടെയൊക്കെ മുഖം ഓർമ്മ വരും. കൈ ചൂടാക്കുന്നുണ്ടോ? ഞാൻ ഒന്നൊന്ന് പറയുമ്പോൾ കൈ അടിക്കണം. ആയിട്ടില്ല, ക്ഷമ കാണിക്കൂ. ഒരു ക്ഷമ വേണ്ട ഇതിനെല്ലാം. എപ്പോഴാണ് കൈ അടിക്കേണ്ടത്? ഒന്നെന്ന് പറയുമ്പോൾ കൈ. ആയിട്ടില്ല എന്നായി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതാണ് നോക്കൂ, മനസ്സിവിടെ ഇല്ല, എന്തോ ചെയ്യാണ്. അതാണ് ഈ പോത്ത് എന്നൊക്കെ നമ്മൾ പറയുന്നത്. പോത്തിന്റെ സ്വഭാവം എന്താ? ഒരു പോത്ത് പോകുമ്പോൾ അതുപോലെ ഒരാൾ ചെയ്താൽ മറ്റുള്ള ഒരാൾ ചെയ്യും. എപ്പോഴാണ് കൈ അടിക്കേണ്ടത്? ഒന്നെന്ന് പറയും. മനസ്സിലായില്ലേ? കൈ ചൂടാക്കണം. മിണ്ടിയിട്ടേ ഇല്ല. അപ്പോഴേക്കും ഇവിടെ അടി കഴിഞ്ഞു. കാള വെറ്റൂന്ന് പറയുമ്പോഴേക്കും കയറും കൊണ്ടുതാ പോയിരിക്കണോ? റെഡിയാണല്ലോ? റെഡി. ഞാൻ ഒന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതാണ് ഈ ഞാൻ പറഞ്ഞ നേരത്തെ മൃഗത്തിന്റെ സ്വഭാവം. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതുപോലെ ഇങ്ങനെ ചെയ്യുക. അപ്പം അങ്ങനെ ആവരുത്. എപ്പോഴാണ് അടിക്കേണ്ടത്? ഒന്നെന്ന് പറയുമ്പോൾ അടിക്കൂ. ഇനിയിപ്പോൾ അടിക്കണമില്ലേ? ഒന്ന്. റെഡി? അതന്നെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. അപ്പൊ എല്ലാവരും നിവർന്നിരുന്ന് ഉറക്കെ ചൊല്ലണം. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദശ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും ആയുരാരോഗ്യവും നേർന്നുകൊണ്ട് ഞാനിവിടെ ഉപസംഹരിപ്പിക്കുകയാണ്.